നമസ്കാരം. ഓക്കെ, തുടങ്ങാം സാറേ. അയോ ആ ഓടിക്കളാണോ? തുടങ്ങാം. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ. പോസിറ്റീവ് കമ്മ്യൂണിലെ എന്റെ പ്രിയപ്പെട്ട ബ്രദേഴ്സ് ആൻഡ് മൈ ഡിയർ സിസ്റ്റേഴ്സ്, ഇന്ന് എന്റെ ജീവിതത്തിലെ ഒരു വളരെ സുപ്രധാന ദിവസമാണ്. കാരണം ഞാൻ കഴിഞ്ഞ 1.5 വർഷമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം പോസിറ്റീവ് കമ്മ്യൂൺ. ഈ കമ്മ്യൂണിലെ എന്റെ പ്രിയപ്പെട്ട എന്റെ സഹോദരന്മാരുടെ മുന്നിൽ ഒരു ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം വളരെയേറെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്ന് ഒരു പുണ്യദിനവും കൂടിയാണ്. കാരണം ഇന്ന് റംസാൻ വ്രതം ആരംഭിക്കുന്ന ദിവസമാണ്. ആ ദിവസം എന്ന നിലയിൽ ഇന്ന് ഈ ദിവസം വെള്ളിയാഴ്ചയാണ്. ഈ ദിവസം തന്നെ ക്ലാസ് എടുക്കാൻ എനിക്ക് ഒരു അവസരം ലഭിച്ചതിൽ ഞാൻ വളരെയധികം കൃതാർത്ഥനാണ്. ഏതായാലും ഞാൻ ഇതിന്റെ സംഘാടകരായ സുധാ സാറിനും അതുപോലെ തന്നെ രവി സാറിനും ഗോപകുമാർ സാറിനും വളരെയധികം ആത്മാർത്ഥമായ നന്ദി ആദ്യം തന്നെ രേഖപ്പെടുത്തുകയാണ്. കാരണം ഇതൊരു മഹത്തായ സംഭവം തന്നെയാണ്. കാരണം നമ്മൾ കുറെ കാലമായിട്ട് വീട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് വിഷമിച്ചിട്ട് പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന സമയത്ത് ഒരു 10:30 മണി മുതൽ 12:30 1 മണി വരെ 2-2.5 മണിക്കൂർ സമയം നമ്മളൊക്കെ നല്ല കാര്യങ്ങൾ പ്രചോദിപ്പിക്കുന്ന കാര്യങ്ങൾ, ജീവിതത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് 123 ക്ലാസുകൾ നമ്മൾ നിരന്തരം കേൾക്കുകയാണ്. നമ്മൾക്ക് ഒരു ഈ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്ന സമയത്ത് ഒരു പ്രയാസവുമില്ല, ഒരു പ്രശ്നവുമില്ല, ജീവിതം അങ്ങനെ ഒഴുകുകയാണ്. അപ്പൊ ഏതായാലും ഇത്തരം നല്ലൊരു പ്രവൃത്തി ഈ സൂം എന്ന ഈ സംഭവത്തിൽ കൂടി ഇത്രയും നല്ലൊരു ക്ലാസ്സുകൾ അവതരിപ്പിക്കാൻ ഈ പോസിറ്റീവ് കമ്മ്യൂണിന് സാധിക്കുന്നു. അത് വളരെ ഒരു നന്മ നിറഞ്ഞൊരു കാര്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓഡിബിൾ ആണോ? എനിക്ക് പറയാനുള്ളത്, പോസിറ്റീവ് കമ്മ്യൂൺ 10-12 വർഷം മുമ്പേ ഈ സംഘടന രൂപീകരിക്കുന്ന സമയത്ത് വളരെ ചുരുക്കം ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങളെ ഇത് പ്രചോദിപ്പിക്കുകയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ ജനങ്ങളെയും ഈ പോസിറ്റീവ് കമ്മ്യൂൺ പ്രചോദിപ്പിക്കുകയാണ്. നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യരെ ജീവിതത്തിന്റെ എനർജിയിലേക്ക്, ഊർജത്തിലേക്ക് പ്രചോദിപ്പിക്കാൻ ഈ പോസിറ്റീവ് കമ്മ്യൂൺ ഇപ്പോൾ കാരണമാവുന്നു എന്നുള്ളതാണ്. പല ആളുകളും ഇതിൽ നിന്ന് വിജയിച്ചു പോയിട്ടുണ്ട്. എനിക്ക് തന്നെ അറിയാവുന്ന ഒരുപാട് പേർ ഈ ട്രെയിനിങ് മേഖലയിലൊക്കെ ഈ പോസിറ്റീവ് കമ്മ്യൂൺ സ്വന്തം വ്യക്തിപരമായ വികസനത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ ട്രെയിനറൊക്കെ ആയി മാറിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ കാരണഭൂതരായ ആളുകളെ ഞാൻ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. അതൊക്കെ ആരൊക്കെ തന്നെയായിരുന്നു, രവീന്ദ്ര സാറായാലും ശരി, സുധാ സാറായാലും ശരി, വിനോദ് സാറായാലും ശരി, ഗോപകുമാർ ആശ, ഇതിന്റെയൊക്കെ മുൻനിരയിൽ നിൽക്കുന്ന ആൾക്കാരെ ഞാൻ നമസ്കരിക്കുകയാണ്. കാരണം ഇതൊരു വിജയത്തിലേക്കുള്ള ജനങ്ങളെ നയിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. കാരണം ഒരു ബുക്കിലും അല്ലെങ്കിൽ ഒരു സിലബസിലും ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും മനുഷ്യനെ വിജയത്തിലേക്ക് നയിക്കുന്ന ക്ലാസ്സുകൾ നമ്മൾ കാണില്ല. ഒരു സ്കൂളിലും ഒരു കോളേജിലും പഠിപ്പിക്കാത്ത ഒരു കാര്യമാണ് ഇതൊക്കെ. വിജയം എന്ന് പറയുന്നത് നമ്മളെ മറ്റൊരാൾ കാണിച്ചു തരുന്നതയോ അല്ലെങ്കിൽ മറ്റൊരാൾ ചൂണ്ടിക്കാണിക്കുന്നതയോ അല്ല വിജയം. മറിച്ച് അത് അനുഭവിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു മഹത്തായ ഒരു അനുഭൂതിയാണ് വിജയം. ഇപ്പം നമ്മള് ഈ പോസിറ്റീവ് ട്രെയിനിങ്ങൾ കമ്മ്യൂണിൽ കൂടി നമ്മൾ ക്ലാസ് ഒക്കെ എടുത്ത് വളർന്നു വന്ന് ഇതിലൊക്കെ ഉള്ള ഒരുപാട് ആളുകൾ ട്രെയിനറായി മാറിയിട്ടുണ്ട്. അങ്ങനെയുള്ള ട്രെയിനർമാർ ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ ക്ലാസ് എടുത്തിട്ട് അവസാനം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഈ 1000 ആളുകളും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുമ്പോൾ കിട്ടുന്ന അനുഭൂതി ഉണ്ടല്ലോ, അതൊരു മഹത്തായ അനുഭൂതിയാണ്. ആ അനുഭൂതിയിലേക്ക് ഈ പോസിറ്റീവ് കമ്മ്യൂണിന്റെ ലീഡേഴ്സ് ഇതിനെ നയിക്കുകയാണ്. ഖുറാനിലെ 99 പേരുകളുണ്ട് ദൈവത്തിന്. ഇന്ന് പുണ്യദിനമായ ഈ ഖുറാൻ, ഇന്ന് റംസാൻ വ്രതം ആരംഭിക്കുന്ന ദിവസം ആയതുകൊണ്ട് നമുക്ക് ഖുറാനിൽ വെച്ച് തന്നെ തുടങ്ങാം. 99 പേരുകളുണ്ട് ഖുറാനിലെ ദൈവത്തിൻ്റെതായി. ഈ 99 പേരുകൾ ചൊല്ലിയാണ് ദൈവത്തിനെ വിളിക്കുന്നത്, റസൂലിനെ വിളിക്കുന്നത്. ഒരു സംശയം വന്നു, ഇതെന്തുകൊണ്ട് 99? അതൊന്ന് റൗണ്ട് ചെയ്തൂടെ, അത് 100 ആയിക്കൂടെ എന്നൊരു സംശയം വന്നപ്പോൾ പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ 99 പേരുകൾ ദൈവത്തിനെ ചൊല്ലി വിളിക്കാനുള്ളതാണ്. 99 പേരുകൾ ദൈവത്തിനെ ചൊല്ലി വിളിക്കാനുള്ളതാണ്. എന്നാൽ 100ാമത്തത് ദൈവത്തിനെ, റസൂലിനെ അനുഭവിക്കാനുള്ളതാണ്. 99 പേരുകൾ ചൊല്ലി ദൈവത്തിനെ വിളിക്കുമ്പോഴും ലഭിക്കാത്ത അനുഭൂതി, അല്ലെങ്കിൽ ആ പേര് ചൊല്ലി വിളിക്കുമ്പോൾ കിട്ടുന്ന അനുഭൂതിയെക്കാളും എത്രയോ അപ്പുറമാണ് ദൈവത്തിനെ, റസൂലിനെ, പ്രപഞ്ചനാഥനെ ഹൃദയം കൊണ്ട് അനുഭവിക്കുമ്പോൾ ലഭിക്കുന്ന അനുഭൂതി. ഇവിടെയാണ് വിജയത്തിന്റെ പ്രസക്തി. ഒരു വിജയം ഒരാൾ അനുഭവിക്കുമ്പോൾ അങ്ങനെയാണ് സംഭവിക്കുന്നത്. അത് ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുന്ന മാതിരിയോ അല്ലെങ്കിൽ തൊട്ട് കാണിക്കുന്ന മാതിരിയോ അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കുന്ന മാതിരിയോ അല്ല വിജയം. മറിച്ച് അത് അനുഭവിക്കുമ്പോൾ ആ അനുഭൂതിയിൽ നിന്നാണ് വിജയത്തിന്റെ എല്ലാ കാര്യങ്ങളും വരുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഞാൻ എന്റെ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്.
ഞാൻ ആമുഖമായി കുറച്ച് പറഞ്ഞു എന്നുള്ളൂ. ഏതായാലും ഈ ഒരു സന്ദർഭം ഇവിടെ ക്ലാസ് എടുക്കാൻ എന്നെ അനുവദിച്ച ഇതിന്റെ സംഘാടകർക്ക് ഒന്നുകൂടി എന്റെ ആത്മാർത്ഥമായ സ്നേഹവും നന്ദിയും രേഖപ്പെടുത്തുന്നതോടൊപ്പം ഞാൻ എന്റെ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. എന്റെ ക്ലാസിന്റെ സബ്ജക്ട് കാണുമ്പോൾ അല്ലെങ്കിൽ ടൈറ്റിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു അത്ഭുതം തോന്നിയേക്കാം. എന്താണ് ഈ ചിതറിയ ചിന്തകൾ? ചിതറിയ ചിന്തകൾ എന്താണത്? അതെ, ഞാൻ എന്റെ ജീവിത വഴികളിൽ ഞാൻ കണ്ടെത്തിയ കുറെ ചിന്തകൾ, ഒരുപാട് ചിന്തകളിൽ കൂടി ഞാൻ കടന്നുപോയിട്ടുണ്ട്, ഒരുപാട് അനുഭവങ്ങൾ കൂടി കടന്നുപോയിട്ടുണ്ട്. ആ കടന്നുപോയ ചിന്തകളൊക്കെ, ആ ചിതറിത്തെറിച്ച സ്കാറ്റേഡായ ആ ചിന്തകളൊക്കെ ഒന്ന് കൂട്ടിച്ചേർത്തപ്പോൾ ഒരു 10-60 ചിന്തകൾ എന്റെ ജീവിതത്തോടൊപ്പം ചേർന്നു എന്നതാണ്. അത് സ്കാറ്റേഡാണ്, അത് ചിതറിയാണ്. പക്ഷെ ചിതറിയ ചിന്തകളെ ഞാൻ എന്റെ ജീവിതത്തോട് ചേർക്കുകയാണ്, ഞാൻ എന്റെ അനുഭവങ്ങളോട് ചേർക്കുകയാണ്. അങ്ങനെ ചേർത്ത ചില ചിന്തകളെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നു. അതാണ് ചിതറിയ ചിന്തകൾ. എല്ലാവരും ജീവിത വഴികളിൽ കടന്നു പോകുമ്പോൾ ഓരോ ആൾക്കും പല ചിന്തകളും വന്നിരിക്കാം. ഏതാണ് നമുക്ക് എടുക്കേണ്ടത്, ഏതാണ് തള്ളേണ്ടത് എന്ന് മനസ്സിലാക്കി തള്ളേണ്ടതിനെ തള്ളുകയും കൊള്ളേണ്ടതിനെ കൊള്ളുകയും ചെയ്താൽ ജീവിത വിജയത്തിലേക്ക് പോകാൻ സാധിക്കുമെന്നുള്ളതാണ് മഹാന്മാർ പറയുന്നത്. ചിതറിയ ചിന്തകളിൽ ആദ്യം എനിക്ക് പറയാനുള്ളത്, മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് അവന്റെ തിരഞ്ഞെടുക്കാനുള്ള കഴിവാണ്. മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് അവന്റെ തിരഞ്ഞെടുക്കാനുള്ള കഴിവാണ്. അതായത് വിവിധങ്ങളായ സാധ്യതകളുണ്ട് ഈ ഭൂമിയിൽ, വിവിധങ്ങളായ സാധ്യതകൾ. ആ സാധ്യതകളിൽ നിന്ന് തനിക്ക് ആവശ്യമുള്ളത് കണ്ടെത്തുകയും അതിൽ കൂടി പോവുകയും ചെയ്യുമ്പോൾ മനുഷ്യൻ വിജയിക്കും എന്നുള്ളതാണ്. മറ്റൊരു ജീവിക്കും ഈ തെരഞ്ഞെടുക്കാനുള്ള കഴിവുകളിൽ. നമുക്ക് തെരഞ്ഞെടുക്കാനുള്ള കഴിവുകൾ ജീവിതത്തിൽ, തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ജീവിതത്തിൽ ഇഷ്ടമാതിരി ഉണ്ട്. നമ്മൾ ജനിച്ചു വീണ ആ സമയം മുതൽ നമ്മൾ മരണപ്പെടുന്നവരെ തിരഞ്ഞെടുക്കാം. നമുക്ക് സ്കൂൾ തിരഞ്ഞെടുക്കാം, നമുക്ക് സിലബസ് തിരഞ്ഞെടുക്കാം, നമുക്ക് സ്കൂൾ കഴിഞ്ഞാൽ ഏത് കോളേജിൽ പഠിക്കണം തിരഞ്ഞെടുക്കാം, നമുക്ക് ഒരു മനുഷ്യനെ മറ്റുള്ള ജീവികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അതായത് ഒരു കുട്ടിക്ക് അമേരിക്കയിൽ പഠിക്കാൻ ഒരു അവസരം കിട്ടിയെന്ന് കരുതുക. അമേരിക്കയിൽ പഠിക്കാൻ കിട്ടിയ ഒരു അവസരം, അപ്പൊ കുട്ടി അമേരിക്കയിൽ പോവുകയാണ്. അപ്പൊ കുട്ടിയുടെ അമ്മ പറയും, മോനെ അമേരിക്കയിലാണ് പോകുന്നത്, നമ്മുടെ സംസ്കാരമല്ല, അടുത്ത സിസ്റ്റം ഒക്കെ വേറെയാണ്, ഒരുപാട് കാര്യങ്ങൾ നീ കാണും, ആവശ്യമുള്ളത് മാത്രം എടുക്കുക, ആവശ്യമില്ലാതെ തള്ളിക്കളയാൻ നിനക്ക് സാധിക്കണം എന്ന് കുട്ടിയോട് അമ്മ പറയും. അതാണ് തെരഞ്ഞെടുക്കൽ. അതേസമയത്ത് ഒരു പശുക്കുട്ടിയെ ഒരു കപ്പലിൽ അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന സമയത്ത് അതിന്റെ അമ്മ വന്ന് പറയില്ല, മോളെ നീ അമേരിക്കയിലേക്കാണ് പോകുന്നത്, അവിടുത്തെ കാഴ്ചപ്പാടൊക്കെ വ്യത്യസ്തമായിരിക്കും, അപ്പൊ നീ അങ്ങനെ മോശമായ വഴിക്കൊന്നും പോകരുത് എന്ന് ആ പശുക്കുട്ടിയോട് പറയില്ല. കാരണം ആ പശുക്കുട്ടി എവിടെ പോയാലും അത് പുല്ല് തിന്നു, അതിന്റെ അമ്മക്കറിയാം. പക്ഷെ മനുഷ്യൻ അതല്ല, മനുഷ്യൻ തെരഞ്ഞെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു ജീവിയാണ്. ഇതിനെ സംസ്കൃതത്തിൽ ഹംസവൃത്തി എന്ന് പറയും. ഹംസവൃത്തി എന്ന് പറയുമ്പോൾ ഹംസം എന്ന് പറഞ്ഞാൽ അരയന്നമാണ്. അരയന്നത്തിന് ഒരു വിശേഷണം പറയാറുണ്ട്. പാലും ജലവും ചേർന്ന ഒരു മിശ്രിതം അരയന്നത്തിന് മുന്നിൽ വെച്ചു കൊടുത്താൽ അരയന്നം പാല് മാത്രം കുത്തി കുടിച്ചിട്ട് ജലം അവിടെ വെച്ച് കടന്നു കളയും. അപ്പൊ ഞാനിത് കേട്ടപ്പോൾ, ഞാൻ ഇത് വായിച്ചപ്പോൾ എനിക്കൊരു സംശയം തോന്നി, എന്താണ് ഇതിന്റെ സയൻസ്, എന്താണ് ഇതിന്റെ ശാസ്ത്രം? അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, അരയന്നത്തിന്റെ കൊക്ക് അസിഡിക്കാണ്, നമ്മുടെ നാക്ക്, നമ്മുടെ വായ ആൽക്കലിനാണ്. അപ്പോൾ അസിഡിക്കായ കൊക്ക് പാലിൽ മുക്കുന്ന സമയത്ത്, പാലിൽ കലരുന്ന സമയത്ത് പാലൊക്കെ കട്ട പിരിപിരിയായി മാറും. ആ പിരിപിരിയായ ആ പാലൊക്കെ കൊത്തി കുടിച്ചിട്ട് അരയന്നം പോകും. അത്രയേ ഉള്ളൂ. അതേ അതിന്റെ ശാസ്ത്രമുള്ളൂ. അതിൽ വേറെ ദൈവികതയൊന്നുമില്ല. ഇത് മനുഷ്യനില്ല. കാരണം മനുഷ്യന്റെ വായ ആൽക്കലിനാണ്. അപ്പൊ ഞാനിവിടെ ഇത് പറയാൻ കാരണം, ഹംസവൃത്തി ഇത് പറയാൻ കാരണം, ഈ അരയന്നം എങ്ങനെയാണോ ജലവും പാലും കലർന്ന മിശ്രിതത്തിൽ നിന്നും ജലം മാത്രം ഒഴിവാക്കി പാല് മാത്രം സ്വീകരിക്കുന്നത്, അതുപോലെ ഈ സമൂഹത്തിലെ, ഈ ലോകത്തിലെ വിവിധങ്ങളായ സാധ്യതകളിൽ നിന്നും നമുക്ക് വേണ്ടത് ഉൾക്കൊള്ളാനും നമുക്ക് വേണ്ടാത്ത തള്ളാനും മനുഷ്യന് കഴിയണം എന്നുള്ളതാണ്. ഇതാണ് ഹംസവൃത്തി. കാരണം ഇപ്പം ഈ കാലഘട്ടത്തിൽ ഒരുപാട് അറിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അറിവിന്റെ ഭണ്ഡാരമാണ്. പണ്ട് വിജ്ഞാനാസുരൻ എന്നൊരു അസുരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ബ്രഹ്മാവിനെ തപസ് ചെയ്തു. 1000 വർഷം തപസ് ചെയ്തു എന്നാണ് പറയുന്നത്. 1000 വർഷം തപസ് ചെയ്തപ്പോൾ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. വത്സ, എന്താ വേണ്ടത്? അപ്പോ വിജ്ഞാനാസുരൻ പറഞ്ഞു, ഈ ലോകത്തിലെ സകല അറിവുകളും എന്റെ വിരൽ തുമ്പത്ത് വേണം. ഈ ലോകത്തിലെ സകല അറിവുകളും എന്റെ വിരൽ തുമ്പിൽ വേണം. ബ്രഹ്മാവ് പറഞ്ഞു, വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്. ബ്രഹ്മാവ് ഇംഗ്ലീഷ് പറയില്ല, എന്നാലും ബ്രഹ്മാവ് അന്നത്തെ ഭാഷയിൽ പറഞ്ഞു എന്ന് കരുതാം.
നീ എന്ത് വിട്ടിട്ടാ പറഞ്ഞത്? ലോകത്തിലെ മുഴുവൻ അറിവുകളും നിന്റെ വിരൽത്തുമ്പിൽ വന്നാൽ നീ മരണപ്പെട്ടു പോകും. എന്നിട്ട് ബ്രഹ്മാവ് വരം കൊടുക്കാതെ തിരിച്ചുപോയി എന്നാണ് കഥ. ഞാൻ പറയുന്നു, അന്ന് വിജ്ഞാനാസുരൻ ബ്രഹ്മാവിനോട് ചോദിച്ച ആ വരമാണോ ഇന്ന് ഇന്റർനെറ്റിന്റെ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്? അതാണോ ഇന്ന് സംശയിച്ചു പോകുന്നു? അങ്ങനെ ഒരുപാട് അറിവുകൾ നേടിയെടുക്കാൻ, ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് ഇന്ന് ഒരുപാട് അവസരങ്ങളുണ്ട്. ആ അവസരങ്ങളിൽ നിന്നും നമുക്ക് ആവശ്യമുള്ളത് തിരഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് മനുഷ്യനെ മറ്റു ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കഴിവ് തെരഞ്ഞെടുക്കാനുള്ള ഒരു കഴിവാണ്. അങ്ങനെ നല്ലത് തെരഞ്ഞെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കണം എന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ്. ആ ഒരു ചിതറിയ ചിന്തയാണ് ഞാൻ ഒന്നാമതായി ഇവിടെ വെക്കുന്നത്. ചിതറിയ ചിന്തകളിൽ നിന്നും ഞാൻ ഏറ്റെടുത്തൊരു കാര്യം. ഓഡിബിളാണോ? ഓക്കെ, താങ്ക് യു. ഞാൻ എൻ്റെ രണ്ടാമത്തെ ചിന്തകളിലേക്ക് പോവുകയാണ്. എൻ്റെ രണ്ടാമത്തെ ചിന്ത, ഞാൻ ജീവിത വഴിയിൽ കണ്ടെത്തിയ പല കാര്യങ്ങളിൽ നിന്നും ഞാൻ ചേർത്ത് പിടിച്ച, നെഞ്ചോട് ചേർത്ത ചില കാര്യങ്ങൾ. ഇംഗ്ലീഷ് ഭാഷയിലെ 3 വാക്കുകൾ എന്നെ ഏറെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് ഭാഷയിലെ 3 വാക്കുകൾ എന്നെ ഏറെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. 3 വാക്കുകൾ എന്നെ മാത്രമല്ല, ഈ ലോകത്തിൽ ആരൊക്കെ വിജയിച്ചിട്ടുണ്ടോ അവരൊക്കെ ഈ 3 വാക്കുകൾ അവരുടെ നെഞ്ചോട് ചേർത്തിട്ടുണ്ട്. നിങ്ങൾ ഗൂഗിളിൽ പോയി ദ മോസ്റ്റ് സക്സസ്ഫുൾ പീപ്പിൾ ഇൻ ദിസ് വേൾഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ 2000 ചില്ലാൻ ആളുകൾ വരും. 2000 ചില്ലാൻ ആളുകൾ വരും. 18,000 കോടി ജനങ്ങൾ ജീവിച്ച് മരിച്ചിട്ടുണ്ട് ഭൂമിയിൽ എന്നാണ് കണക്ക്. 18,000 കോടി ജനങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ച് മരണപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോൾ ജീവിക്കുന്ന 750 കോടികളാണെന്ന് പറയുന്നത്. അപ്പൊ 18,000 കോടി പ്ലസ് 750 കോടി, 18,750 കോടിയിൽ നിന്നും ഗൂഗിൾ നിങ്ങൾക്ക് ഒരു 2000 ചില ആളുകൾ കാണിച്ചു. ദ മോസ്റ്റ് സക്സസ്ഫുൾ പീപ്പിൾ ഇൻ ദിസ് വേൾഡ്. ഇതിൽ മഹാത്മാഗാന്ധി ഉണ്ടാവാം, മദർ തെരേസ ഉണ്ടാവാം, മാർട്ടിൻ ലൂതർ കിങ് ഉണ്ടാവാം, ജെഫ് ബെസോസ് ഉണ്ടാവാം, ബിൽഗേറ്റ്സ് ഉണ്ടാവാം, ശ്രീമതി ഇന്ദിരാഗാന്ധി ഉണ്ടാവാം. അങ്ങനെ പലരും ഉണ്ടാവാം. പക്ഷെ നിങ്ങൾ ഇവരിൽ ആരെടുത്ത് പരിശോധിച്ചാലും ഞാൻ പറയാൻ പോകുന്ന ഈ 3 വാക്കുകൾ അവർ അവരുടെ നെഞ്ചോട് ചേർത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ 3 വാക്കുകളുടെ അർത്ഥതലങ്ങളിൽ കൂടി മാത്രമേ അവർ കടന്നുപോയിട്ടുണ്ടാവുകയുള്ളൂ. ഏതാണ് ഈ 3 വാക്കുകൾ? അതൊന്ന് എക്സലൻസ് എന്ന വാക്കാണ്. എക്സലൻസ്, EXCELLENCE, എക്സലൻസ് ഒന്നാമത്തെ വാക്ക്. വാട്ട് ഈസ് എക്സലൻസ് എന്ന് ചോദിച്ചപ്പോൾ അതിന് ആപ്റ്റായ ഒരു മറുപടി പറഞ്ഞത് മാർട്ടിൻ ലൂതർ കിങ് ആണ്. മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞു, എന്താണ് എക്സലൻസ് എന്ന ചോദ്യത്തിന് ഉത്തരവായിട്ട് മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞു, നിങ്ങളെ ഒരാൾ ഒരു ജോലി ഏൽപ്പിക്കുന്നു എന്ന് കരുതുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ജോലി സ്വയം ഏറ്റെടുക്കുന്നു എന്ന് കരുതുക. ആ ജോലി ലോകത്തിൽ ഇന്ന് വരെ ജീവിച്ച് മരിച്ചവർ ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായി, ലോകത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവർ ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായി, ലോകത്തിൽ നാളെ ജനിക്കാനിരിക്കുന്നവർ ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായി നിങ്ങളത് ചെയ്യുമ്പോഴാണ് നിങ്ങൾ എക്സലൻസി എന്ന തലം തൊടുക. ജീവിച്ച് മരിച്ച ആളുകൾ ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായി, ഇന്ന് ജീവിച്ചിരിക്കുന്നവർ ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായി, നാളെ ജനിക്കാനിരിക്കുന്നവർ ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായി നിങ്ങളത് ചെയ്യുമ്പോഴാണ് നിങ്ങൾ എക്സലൻസി എന്ന തലം തൊടുക. മാർട്ടിൻ ലൂതർ കിങ് ആണ് ഈ എക്സലൻസി എന്ന വാക്കിനെ അതിമനോഹരമായി നിർവഹിച്ചത്. തുടർന്ന് അദ്ദേഹം പറയുന്നു, ഏത് ജോലിയിലും, ഏത് പ്രവൃത്തിയിലും, ഏത് അവസ്ഥയിലും നിങ്ങൾക്ക് ഈ എക്സലൻസി തൊടാം. ഏത് അവസ്ഥയിലും നിങ്ങൾക്ക് തൊടാം. തുടർന്ന് അദ്ദേഹം പറയുന്നു, നിങ്ങളൊരു തൂപ്പുകാരനാണ്, എങ്കിൽ ഷേക്സ്പിയർ കവിത എഴുതും പോലെ നിങ്ങൾ നിലം തുടച്ചു വരും, ബിഥോവൻ സംഗീതം പൊഴിക്കുന്നത് പോലെ നിങ്ങൾ നിലം തൂത്തുവാരും, മൈക്കലാഞ്ചലോ ചിത്രം വരക്കുന്നത് പോലെ നിങ്ങൾ നിലം അതിമനോഹരമായി വൃത്തിയാക്കും. എങ്കിൽ കാലമേറെ കഴിഞ്ഞാലും ജനം വിളിച്ചു പറയും, ഇവിടെ മഹാനായ ഒരു തൂപ്പുകാരൻ ഉണ്ടായിരുന്നു എന്ന്. ഇതാണ് മാർട്ടിൻ ലൂതർ കിങ് പറയുന്നത്. അതാണ് എക്സലൻസി. ഈ എക്സലൻസി ആർക്കും ടച്ച് ചെയ്യാവുന്നതാണ്, ഏത് ജോലിയിലും ടച്ച് ചെയ്യാവുന്നതാണ്. നിങ്ങളൊരു കൃഷിക്കാരനാകട്ടെ, വിവിധ തരങ്ങളുള്ള കൃഷി രീതികൾ അല്ലെങ്കിൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ ഉണ്ടാക്കി ലോകം അറിയപ്പെടുന്ന കർഷകനായി നിങ്ങൾക്ക് മാറാൻ സാധിക്കും. നിങ്ങളൊരു പോലീസുകാരനാണോ എങ്കിൽ എല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന ഒരു പോലീസുകാരനായി നിങ്ങൾക്ക് വളരാൻ സാധിക്കും. ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ എന്റെ നാട് കണ്ണൂരാണ്. കണ്ണൂരിൽ ചൊവ്വ എന്നൊരു സ്ഥലമുണ്ട്, മേലെ ചൊവ്വ. മേലെ ചൊവ്വക്ക് എപ്പോഴും ട്രാഫിക് ബ്ലോക്ക് ഉള്ള ഒരു സ്ഥലമാണ്.
അവിടെ മാധവേട്ടൻ എന്നൊരു പോലീസുകാരനാണ്, സാധാരണ ട്രാഫിക് പോലീസുകാരൻ. മാധവേട്ടൻ ആ പോലീസ് ആ മേലച്ചുവ ട്രാഫിക് ജംഗ്ഷൻ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ചെയ്യുന്നത് കൂച്ചിപ്പുടിയും ഭരതനാട്യവും മോഹിനിയാട്ടവും എല്ലാം കൂടെ സമഞ്ജസമായി സമ്മേളിച്ച ഒരു നൃത്തരൂപമാണ്. മാധവേട്ടൻ അവിടെ ഇല്ലെങ്കിൽ നമ്മുടെ കാറിലൊക്കെ പോകുന്ന സമയത്ത് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് സമയം നമ്മൾ അവിടെ ബ്ലോക്ക് ആവും. മാധവേട്ടൻ ഉണ്ടെങ്കിൽ 1 മിനിറ്റ് പോലും ബ്ലോക്ക് ആവില്ല. മാധവേട്ടൻ വളരെ പ്രശസ്തനായ ഒരു ട്രാഫിക് പോലീസുകാരനായിരുന്നു. പത്രങ്ങളൊക്കെ വാനോളം എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു പോലീസുകാരനാകുമ്പം നാട്ടുകാരൊക്കെ ജനങ്ങളൊക്കെ അറിയപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന മാധവേട്ടൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്ന മികവിലേക്കുള്ള യാത്ര. ദാറ്റ് ഈസ് എക്സലൻസി. ദാറ്റ് ഈസ് എക്സലൻസി. നിങ്ങൾ അധ്യാപകനാണോ? നിങ്ങൾ ടീച്ചറാണോ? ടീച്ചർമാരും അധ്യാപകരും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ടീച്ചർ ആൻഡ് എ ട്രെയിനർ എന്ന് ചോദിച്ചാൽ, ടീച്ചർമാരും ട്രെയിനർമാരും ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കൂട്ടത്തിൽ ഒരുപാട് ടീച്ചർമാരുണ്ട്. എങ്കിലും എനിക്ക് പറയാൻ, എനിക്ക് എന്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ്, ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ അവർ ഫോക്കസ്ഡ് ആണ്. അവർ സ്കൂളിന്റെ വിജയ ശതമാനം, അവരുടെ കുട്ടികളുടെ എല്ലാ 10A+ ഇങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ സ്കൂളിന്റെ ജനസമ്മതി, അല്ലെങ്കിൽ അവരുടെ പോർഷൻ സിലബസ്, ഇതിലൊക്കെ അവര് ഫോക്കസ്ഡ് ആണ്. അതല്ല ഒരു ടീച്ചർ പോകുന്ന സമയത്ത് ഒരുപാട് ഇപ്പം ബാരിയേഴ്സ് ഉണ്ട് അല്ലേ, നമുക്കറിയാം ഒരുപാട് ബാരിയേഴ്സ് ഉണ്ട്. അപ്പൊ ഒരു ടീച്ചർക്ക് എപ്പോഴും ഒരു ടീച്ചറായി നിലകൊള്ളാനേ പറ്റും. പക്ഷെ ട്രെയിനർ അതല്ല. ട്രെയിനർ തന്റെ ട്രെയിനീസിന്റെ അല്ലെങ്കിൽ കുട്ടികളുടെ ജീവിതത്തിൽ, മനസ്സിൽ, പ്രവൃത്തിപഥത്തിൽ, ചിന്താപഥത്തിൽ അടിമുടി മാറ്റങ്ങൾ വരും. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ടീച്ചർ ആൻഡ് എ ട്രെയിനർ. അപ്പൊ ഒരു ടീച്ചർ എപ്പോഴും ഒരു ട്രെയിനറിലേക്ക് യാത്ര ആകുന്ന സമയത്ത് അവർക്ക് എക്സലൻസി തൊടാൻ സാധിക്കുന്നു. ഈ എക്സലൻസി എല്ലാത്തിലും ഒരു വീട്ടമ്മ, സാധാ വീട്ടമ്മ വീട്ടിലുണ്ടാക്കുന്ന സാമ്പാറിൽ പോലും എക്സലൻസി കാണാൻ സാധിക്കുന്നു. ചിലപ്പോൾ ചില ആൾ പറയും സാമ്പാർ നല്ല ബെസ്റ്റ് ആയിട്ടുണ്ട്, ജോറായിട്ടുണ്ട്. അയ്യോ എനക്കെന്നെ അറിയില്ല അതെങ്ങനെ ഉണ്ടാക്കി അവർ പറയാറുണ്ട്. പക്ഷെ അത് അവരുണ്ടാക്കുന്ന സമയത്ത് അത് എന്റെ ഭർത്താവിനാണ്, അല്ലെങ്കിൽ എന്റെ അമ്മക്കാണ്, അല്ല എന്റെ അച്ഛനാണ്, അല്ല എന്റെ മകനാണ് എന്ന് ഉള്ള ആ ചിന്ത, ആ ഒരു സ്നേഹവും കൂടി സാമ്പാറിൽ കലരുമ്പോൾ എക്സലൻസ് എന്ന തലം ഒരു വീട്ടമ്മ പോലും ചെയ്യുന്നു. ആർക്കും സാധിക്കുന്നതാണ് എക്സലൻസ്. ആർക്കും ആ ലെവലിലേക്ക് പോവുകയാണ്. അക്ബറുടെ രാജകൊട്ടാരത്തിൽ ടാൻസൺ എന്നൊരാളുണ്ടായിരുന്നു. ടാൻസൺ അക്ബറുടെ ആസ്ഥാന കവിയാണ്. ഒരു ദിവസം രാജസദസ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ടാൻസനോട് അക്ബർ പറഞ്ഞു, ടാൻസൺ ഒരു കീർത്തന ആലപിക്കും. അപ്പോൾ ക്ഷണിക്കപ്പെട്ട ഗ്രാമമുഖ്യന്മാരുണ്ട്, പൗരമുഖ്യന്മാരുണ്ട്, മന്ത്രിമാരുണ്ട്, രാജസദസ്സിൽ എല്ലാ ആളുകളും ഇരുന്നെടുക്കുന്ന സമയത്ത് ടാൻസൺ ഒരു ഗാനം ആലപിക്കുകയാണ്, ഒരു കീർത്തനം. ടാൻസൺ പാടിയത് ദീപക് രാഗത്തിലായിരുന്നു. ടാൻസൺ സ്വഭാവമുണ്ട്. ടാൻസൺ പാടുമ്പോൾ അല്ലെങ്കിൽ അവന്റെ ടാൻസന്റെ ജോലി ചെയ്യുന്ന സമയത്ത് ടാൻസൺ അതിലങ്ങോട്ട് ലയിച്ച് പാടും. ഡിസോൾവിങ് എന്നൊക്കെ പറയുന്ന മാതിരി അല്ലെങ്കിൽ ലയിച്ചങ്ങ് പാടും. അപ്പൊ ടാൻസൺ ആ ദീപക് രാഗത്തിൽ അങ്ങോട്ട് അങ്ങ് ലയിക്കുന്ന സമയത്ത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കൊട്ടാരത്തിലെ ദീപങ്ങളൊക്കെ കത്താൻ തുടങ്ങി. കൊട്ടാരത്തിലെ ദീപങ്ങളൊക്കെ കത്തുകയാണ്. പക്ഷെ കത്തുന്ന എല്ലാവരും അറിയുന്നുണ്ട്, ടാൻസൺ അറിയുന്നില്ല. ടാൻസൺ തന്റെ കർമ്മത്തിൽ അങ്ങ് ലയിച്ചിരിക്കുകയാണ്. അപ്പൊ ഒരു പ്രത്യേക ഘട്ടം വന്നപ്പോൾ ഈ കത്തിയ ദീപങ്ങളൊക്കെ ആ സംഗീതത്തിന്റെ അല്ലെങ്കിൽ എന്താ പറയുന്ന കീർത്തനത്തിന്റെ ഉച്ചസ്ഥായിൽ എത്തുന്ന സമയത്ത് കത്തിയ ദീപങ്ങളൊക്കെ ഉയരാൻ തുടങ്ങി. ഉയർന്ന് കൊട്ടാരത്തിലെ കർട്ടനും ഒക്കെ തീ പിടിച്ചിട്ട് ആ തീ അങ്ങനെ ഉയരുകയാണ്. ഒരു നിമിഷത്തിൽ കൊട്ടാരം കത്തും എന്ന സ്ഥിതി വന്നപ്പോൾ ടാൻസന്റെ മകൾ മേഘരാഗത്തിൽ ഒരു കീർത്തനം പാടി അവിടെ മഴ പെയ്യിച്ചു. മേഘരാഗത്തിൽ ഒരു കീർത്തനം പാടി അവിടെ മഴ വർഷിച്ചു. പ്രതിഭാധനായ അച്ഛനും പ്രതിഭാധനായ മകളും. ഇതാണ് എക്സലൻസി. യേശുദാസിന്റെ ഗുരുനാഥൻ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ഒരിക്കൽ ഒരു സ്ഥലത്ത് വെച്ച് ബിലഹരി രാഗത്തിൽ ഒരു കീർത്തനം പാടിയപ്പോൾ മരിച്ചു എന്ന് കരുതിയ ആൾ, മരിച്ചു കിടന്ന ഒരാൾ, മരിച്ചു എന്ന് എല്ലാവരും കരുതിയ ആൾ എഴുന്നേറ്റ് നടന്നിട്ടുണ്ടെന്ന് ചരിത്ര പുസ്തകങ്ങൾ പറയും. ദാറ്റ് ഈസ് എക്സലൻസി. ആ എക്സലൻസിയാണ് എനിക്ക് നിങ്ങളോട് പറയാൻ. ഒന്നാമത്തെ വാക്ക് ഞാൻ പറഞ്ഞു, 3 വാക്കുകൾ എന്നെ പ്രചോദിപ്പിച്ചിട്ടുണ്ട് എന്റെ ലൈഫിൽ. രണ്ടാമത്തെ വാക്ക് പാഷൻ എന്നുള്ളതാണ്. പാഷൻ. വാട്ട് ഈസ് പാഷൻ? ഞാൻ നേരത്തെ പറഞ്ഞ ലോകത്തിലെ വിജയം നേടിയ എല്ലാവരും തന്റെ ജീവിതത്തോട്, തന്റെ നെഞ്ചോട് ചേർത്ത് വെച്ച അതിമനോഹരമായ വാക്ക് PASSION. ബ്യൂട്ടിഫുൾ വേർഡ്. എന്നെ ഏറെ പ്രചോദിപ്പിച്ചൊരു വാക്ക്. അതായത് അദമ്യമായ അഭിനിവേശം. ഒരു കാര്യത്തിൽ അദമ്യമായ അഭിനിവേശം, വല്ലാത്തൊരു ആഗ്രഹം, ചെയ്താൽ മടുക്കാത്ത ഒരു കാര്യം, ഒരിക്കലും മടുക്കാത്തൊരവസ്ഥ.
ദാറ്റ് ഇസ് പാഷൻ. നമ്മൾ ഈ ബിസിനസ്സിനൊക്കെ പോകുന്ന സമയത്ത്, ബിസിനസ് ക്യാൻവാസിംഗ് ഒക്കെ പോകുന്ന സമയത്ത്, ഓരോ ക്യാൻവാസും കഴിഞ്ഞു കഴിയുമ്പോൾ, ഓരോ ക്യാൻവാസും തീർന്നു കഴിയുമ്പോൾ നമ്മൾ നല്ലൊരു സിനിമ കാണുന്നു, നമുക്ക് ഇഷ്ടപ്പെട്ട നടന്റെ സിനിമ കാണുന്ന പ്രതീതി മനസ്സിലുണ്ടാക്കുക. നല്ലൊരു ഗാനം കേൾക്കുന്ന ഒരു പ്രതീതി യേശുദാസിന്റെ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗായകന്റെ ഗാനം കേൾക്കുന്ന പ്രതീതി മനസ്സിലേക്ക് വരിക. പിന്നെയും പിന്നെയും സിനിമ കാണാൻ തോന്നുക, പിന്നെയും പിന്നെയും ക്യാൻവാസ് ചെയ്യാൻ തുടങ്ങുക. മടുക്കാത്ത ക്യാൻവാസിങ്. ഏത് ജോലിയിലും ഒരിക്കലും മടുക്കില്ല, ഒരിക്കലും മടുക്കാതെ മുന്നോട്ട് പോകാൻ, ഒരു മടുപ്പുമില്ലാത്ത മുന്നോട്ട് പോകാൻ കഴിയുന്നത്. അപ്പോഴാണ് കഷ്ടപ്പെടലുകൾ ഇഷ്ടപ്പെടലുകളായി മാറുന്നത്. ആര് കഷ്ടപ്പെടലുകൾ ഇഷ്ടപ്പെടലുകളായി മാറ്റുന്നുണ്ടോ അവർ ജീവിത വിജയിക്കുന്നു. പാഷൻ, പാഷനോട് കൂടി പോകാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. മൂന്നാമത്തെ വാക്ക് റൊമാൻസ് എന്നുള്ളത്. റൊമാൻസ്, ROMANCE, റൊമാൻസ്. ഈ റൊമാൻസ് എന്ന് പറയുമ്പോൾ പലരും പല ധാരണകളൊക്കെ മനസ്സിലാക്കാറുണ്ട്. മനുഷ്യ സൗന്ദര്യത്തോടുള്ള ആകർഷണമാണ് റൊമാൻസ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അതൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ ഞാൻ കരുതുന്നത് അങ്ങനെയൊന്നുമില്ല. ഏതൊരു കാര്യത്തിനോടും നമ്മൾ കാവ്യാത്മികതയും സൗന്ദര്യവും ഭാവനയും കണ്ടെത്തുന്നുവെങ്കിൽ നിങ്ങൾ റൊമാൻറ്റിക്. അത് ഏത് കാര്യത്തിനോടാം. ഡ്രൈവിംഗിലാവാം, ഡൈവിംഗിലാവാം, പ്രസംഗത്തിലാകാം, പ്രഭാഷണത്തിലാവാം, നൃത്തത്തിലാകാം, പാട്ടിലാവാം, ചിത്രരചനയിലാകാം, പുതുപുത്തൻ കാറിലാകാം, നാടകത്തിലാകാം, സിനിമയിലാകാം. പക്ഷേ ഒരാൾ തന്റെ തൊഴിലിനോട് റൊമാൻറ്റിക് ആകുമ്പോൾ, ഐ ആം റിപ്പീറ്റിംഗ്, ഒരാൾ തന്റെ തൊഴിലിനോട് റൊമാൻറ്റിക് ആകുമ്പോൾ അയാളെ തകർക്കാൻ ഈ ഭൂമുഖത്ത് അയാൾക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. വൺസ് അഗൈൻ റിപ്പീറ്റിംഗ്, ഒരാൾ തന്റെ തൊഴിലിനോട് റൊമാൻറ്റിക് ആകുമ്പോൾ, തന്റെ തൊഴിലിനോട്, തന്റെ പ്രൊഫഷനോട് ആകുമ്പോൾ അയാളെ തകർക്കാൻ ഈ ഭൂമുഖത്ത് അയാൾക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. ഈ മൂന്ന് വാക്കുകളുടെ അർത്ഥതലങ്ങളിൽ കൂടി സഞ്ചരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതാണ് ചിതറിയ ചിന്തകളിൽ രണ്ടാമത്തെ ഒരു കാര്യം. ഓഡിബിൾ ആണോ? ഓക്കെ ആണോ? കേൾക്കുന്നുണ്ട്. ഞാൻ എന്റെ മൂന്നാമത്തെ പോയിന്റിലേക്ക് പോവുകയാണ്. മൂന്നാമത്തെ പോയിന്റിലേക്ക് ഞാൻ പോകുന്ന സമയത്ത് ഞാനൊരു 30 സെക്കൻഡ് സമയം നിങ്ങളോടൊന്ന് കണ്ണടച്ചിട്ട് ഇരിക്കാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഇരിക്കും. എല്ലാവരും കണ്ണടച്ചിരിക്കും. ആരൊക്കെയോ ചാറ്റ് ബോക്സിൽ വരുന്നുണ്ട്, ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ എന്റെ ക്ലാസ്സിൽ അങ്ങോട്ട് ലയിച്ചെടുക്കുക. നോക്കാം, ചാറ്റ് ബോക്സ് ഒക്കെ നോക്കാം. അപ്പോ ഞാൻ നിങ്ങളോട് കണ്ണടച്ചിരിക്കാൻ വേണ്ടി പറഞ്ഞാൽ ഒരു 30 സെക്കൻഡ് സമയം നിങ്ങൾ കണ്ണടച്ചിരിക്കും. ഇപ്പോൾ ഞാൻ ഇരിക്കാൻ പറയുന്നില്ല, നമുക്ക് നേരിട്ടുള്ള ക്ലാസ്സിലാവാം. കണ്ണ് തുറന്നാൽ നിങ്ങളോട് ഞാൻ എന്ത് കണ്ടു എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ മഹാഭൂരിപക്ഷം ആളുകളും കാണുന്നത് കണ്ണടച്ചിരുന്നിട്ട് നിങ്ങളെ വൃക്ഷത്തെ സങ്കല്പിക്കാൻ ഞാൻ ചോദിക്കും. ഞാൻ നിങ്ങളോട് കണ്ണടച്ചിരുന്നിട്ട്, ഞാൻ ഏതൊക്കെ ചാറ്റ് ബോക്സിലേക്ക് പോയി, അതുകൊണ്ട് ഡൈവേർട്ട് ആയി പോയി. ഞാൻ നിങ്ങളോട് കണ്ണടച്ചിരുന്നിട്ട് ഒരു 30 സെക്കൻഡ് സമയം കണ്ണടച്ചിരുന്ന് നിങ്ങളുടെ ഒരു വൃക്ഷത്തെ സങ്കല്പിക്കാൻ പറഞ്ഞാൽ, കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് കണ്ടു എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മഹാഭൂരിപക്ഷ ആളുകൾ എന്നോട് പറയാൻ പോകുന്നത് ഞാനൊരു വലിയ വൃക്ഷത്തെ കണ്ടു, അതിന്റെ വലിയ തണലേകുന്ന ആ പ്രതലം കണ്ടു, ആ വൃക്ഷത്തിൽ ഇടതൂർന്ന് തിങ്ങി നിൽക്കുന്ന ഇലകളെ കണ്ടു, പുഷ്പത്തെ കണ്ടു, കായ്കളെ കണ്ടു, അതിന്റെ വലിയ തടിയെ കണ്ടു, അതിന്റെ ശിഖരങ്ങളെ കണ്ടു, ആ വൃക്ഷത്തിൽ പക്ഷികൾ വന്നിരിക്കുന്നത് ഞാൻ കണ്ടു, പക്ഷികളുടെ കലവിലെ ശബ്ദം കേട്ടു. ഇതൊക്കെ നിങ്ങൾ പറയും. പക്ഷെ നിങ്ങളിൽ ചെറിയൊരു വിഭാഗം മാത്രമേ ആ വൃക്ഷത്തിന്റെ ഭൂമിക്കടിയിലുള്ള വേരിലേക്ക് പോയിട്ടുണ്ടാവും. ചെറിയ വിഭാഗം മാത്രം. ഇവിടെയാണ് വ്യത്യസ്തം. ഇവിടെയാണ് അറിവും തിരിച്ചറിവും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ഒരു മനുഷ്യനെ സങ്കല്പിക്കുമ്പോൾ, ഒരു മനുഷ്യനെ നമ്മൾ എടുക്കുന്ന സമയത്ത്, ഒരു മനുഷ്യനെ ഒരു വൃക്ഷമായി കണക്കാക്കിയാൽ ആ വൃക്ഷത്തിന്റെ മേലെയുള്ള ഭാഗത്താണ് നമ്മുടെ സ്റ്റാറ്റസ്, നമ്മളെ തൊഴില്, നമ്മുടെ കുലമഹിമ, നമ്മുടെ സൗന്ദര്യം, നമ്മുടെ കൺവിൻസിങ് കപ്പാസിറ്റി, നമ്മുടെ ട്രെയിനിങ് എടുക്കാനുള്ള കഴിവ്, നമ്മുടെ സമ്പത്ത്, നമ്മുടെ വലിയ പോഷ് കാറ്, നമ്മുടെ കുടുംബമഹിമ, നമ്മുടെ എല്ലാ സ്റ്റാറ്റസും ആ ഭൂമിക്ക് മുകളിലുള്ള വൃക്ഷമാണ്. പക്ഷേ ഭൂമിക്ക് താഴെയുള്ളത്, അടിവേരുകൾ, അത് നമ്മളുടെ അനുഭവ പാരമ്പര്യമാണ്. നോക്കൂ, മുകളിലുള്ള വൃക്ഷത്തെ മുറിച്ച് മാറ്റിക്കഴിഞ്ഞാൽ വൃക്ഷത്തിന് പിന്നെ നിലനിൽപ്പില്ല. അതേസമയം വേരുകളുണ്ടല്ലോ, പുതിയ വൃക്ഷത്തെ വേണ്ടിക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കും. അതുകൊണ്ടാണ് പല ബിസിനസ്സുകാരും പൊട്ടിപ്പാളീസായ കണ്ട ബിസിനസ്സുകാർ ഇനി എന്ത് ചെയ്യും, ആത്മഹത്യയുടെ വക്കിൽ പുലർത്തിയ ബിസിനസ്സുകാർ പിന്നെ അവിടുന്ന് തന്റെ ഇച്ഛാശക്തിയും തന്റെ പ്രവർത്തന പാരമ്പര്യവും മുതലാക്കിക്കൊണ്ട്
ഉയർന്നു വരുന്നത് നമുക്ക് കാണാം. വൃക്ഷത്തിന്റെ വേരിൽ നിന്നും പുതിയ വൃക്ഷം സൃഷ്ടിക്കുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് പാരമ്പര്യം, അനുഭവ പാരമ്പര്യം വേണം. അനുഭവ പാരമ്പര്യമുള്ളവർ മാത്രമേ തകർന്നു പോകാതെ. ഒരു കടലിനോട് ചേർന്നത് തന്നെയാണ് ഓളങ്ങൾ. ഓളങ്ങളില്ലെങ്കിൽ കടലിന് നിലനിൽപ്പുണ്ട്, എന്നാൽ പിന്നെ കടലില്ലെങ്കിൽ ഓളങ്ങളില്ല. അതുപോലെ തന്നെ മരത്തിന് തന്റെ വേരുകളില്ലെങ്കിൽ മരത്തിന് നിലനിൽപ്പില്ല. മരം ഇല്ലെങ്കിൽ വേരിൽ നിന്ന് മരത്തിനെ മുറിച്ചു മാറ്റിയാൽ വേരിന് നിലനിൽപ്പുണ്ട്. വേര് അതിൽ നിന്ന് വേണമെങ്കിൽ പുതിയൊരു വൃക്ഷത്തെ സൃഷ്ടിച്ചെടുക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ അനുഭവ പാരമ്പര്യങ്ങൾ കൂടി അനുഭവങ്ങൾ കൂടണമെങ്കിൽ നമുക്ക് ഒരുപാട് പ്രാക്ടീസ് ചെയ്യേണ്ടിയിരിക്കുന്നു നമ്മുടെ മേഖലകളിൽ. നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അനുഭവങ്ങൾ കൂടി വരിക. നോക്കൂ, തോമസ് ആൽവ എഡിസൺ തന്റെ 67ാമത്തെ വയസ്സിൽ, ഏജ് ഓഫ് 67, ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ തന്റെ പരീക്ഷണശാല മുഴുവൻ കത്തി അമരുന്നു. അദ്ദേഹം 67 വയസ്സ് വരെ സമ്പാദിച്ച മുഴുവൻ സമ്പാദ്യങ്ങളും അതിൽ തീർന്നു, അഗ്നിക്കിരയായി. ആലോചിക്കണം, വയസ്സ് 67. തോമസ് ആൽവ എഡിസൺ തന്റെ ഫാമിലിയും കുടുംബത്തിനും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു, താങ്ക് ഗോഡ് ഐ ക്യാൻ സ്റ്റാർട്ട് അഗെയിൻ. ദൈവമേ നിനക്ക് നന്ദി, എനിക്ക് വീണ്ടും തുടങ്ങാമല്ലോ. തോമസ് ആൽവ എഡിസനെ കൊണ്ട് ഇത് പറയിച്ചത് അദ്ദേഹത്തിന്റെ അനുഭവ പാരമ്പര്യമാണ്. തന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട്, തന്റെ അനുഭവ സമ്പത്തിൽ നിന്നുകൊണ്ട് എനിക്ക് വീണ്ടും ഉയരാൻ സാധിക്കും എന്ന ആ ദൃഢനിശ്ചയമാണ് തോമസ് ആൽവ എഡിസനെ കൊണ്ട് പറയിച്ചത്. അതുകൊണ്ട് അനുഭവ സമ്പത്ത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അനുഭവ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ ഒരാളും ശ്രമിക്കണം എന്നുള്ളതാണ് എന്റെ ചിതറിയ ചിന്തകളിലെ 3ാമത്തെ പോയിന്റ്. ഗോപു സാർ ഓക്കെ ആണോ? ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണ് സാർ. 4ാമത്തെ പോയിന്റ് ഓക്കെ അല്ലേ? ഞാൻ 4ാമത്തെ പോയിന്റിലേക്ക് പോവുകയാണ്. അതായത് എന്റെ ചിതറിയ ചിന്തകളിൽ ഞാൻ മനസ്സിലാക്കിയ എന്റെ അനുഭവ പാരമ്പര്യത്തിൽ നിന്ന്, അനുഭവ സമ്പത്തിൽ നിന്ന് ഞാൻ കണ്ടെത്തിയ എന്റെ നെഞ്ചോട് ചേർത്ത മറ്റൊരു കാര്യം. നോക്കൂ, മഹാഭാരത കഥയിലൂടെ നാം കടന്നു പോകുമ്പോൾ എല്ലാവരും കടന്നു പോയിട്ടുണ്ടാവും. മഹാഭാരത കഥ അറിയാത്തവരാരും ഉണ്ടാവില്ല. ഏത് മതവിശ്വാസത്തിൽപ്പെട്ട ആളായാലും മഹാഭാരതത്തിലെ കുറെ കഥകൾ നമുക്ക് അറിയാം. മഹാഭാരതത്തിലെ കഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഉയർന്നു വരുന്നൊരു ചോദ്യമുണ്ട്. വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. എന്താണ് ചോദ്യം? കർണൻ എന്തുകൊണ്ട് തോറ്റു? കാരണം ലോകം കണ്ട ഏറ്റവും വലിയ വില്ലാളി വീരൻ അർജുനൊന്നുമല്ല, കർണനാണ്. കർണന്റെ മുമ്പിൽ അർജുനൻ ആരുമല്ല. കർണന്റെ 7 അയലത്തൊക്കെ വെക്കാൻ പറ്റില്ല അർജുനൻ. പക്ഷെ ഇത്രയും പ്രഗത്ഭനായ കർണൻ എന്തുകൊണ്ട് മഹാഭാരത കഥയിൽ തോറ്റു? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. വളരെ വളരെ പ്രബലമായ, വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരം മഹാഭാരതം തന്നെ നമുക്ക് പറഞ്ഞു തരും. മറ്റെവിടെയും പോകണ്ട, മഹാഭാരത കഥയിൽ കൂടി തന്നെ പോകുന്ന സമയത്ത് ആ ചോദ്യത്തിന്റെ ഉത്തരവും നമുക്ക് കിട്ടും. കാരണം ഈ കർണനെ ഡ്രൈവ് ചെയ്യുന്നത് ശല്യർ എന്നൊരാളാണ്. ശല്യർ കേട്ടിട്ടുണ്ടാവും, ശല്യർ. അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ അദ്ദേഹത്തിന്റെ സ്വഭാവം കുത്തിവെച്ചിട്ടുണ്ട്, ശല്യർ. ഈ ശല്യർ എപ്പോഴും കർണനെ തന്റെ വാക്കുകൾ കൊണ്ട് ഡിസ്കറേജ് ചെയ്യും. നീ ആരോരും ഇല്ലാത്തവനാണ്, നീ നമ്മുടെ ക്ഷത്രിയരോട് യുദ്ധം ചെയ്യേണ്ടവനല്ല, നിനക്ക് ക്ഷത്രിയരോട് യുദ്ധം ചെയ്യാൻ അവകാശമില്ല, അധികാരമില്ല, നീ ദുര്യോധനന്റെ ഉച്ഛിഷ്ടം ഭക്ഷിച്ച് ജീവിക്കുന്നവനാണ്. ദുര്യോധനം പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്റെ ഡ്രൈവറായത്, നിന്റെ തേരാളിയായത്. നീ സൂതപുത്രനാണ്. സൂതപുത്രൻ എന്ന് പറയുന്ന സമയത്ത് ഹീനജാതിയിൽപ്പെട്ട ആളുകളുടെ പുത്രനാണ്. ഇങ്ങനെ നിരന്തരം ഈ കർണനെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന, ഡീഗ്രേഡ് ചെയ്യുന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ശല്യർ നിരന്തരം കർണന്റെ എന്താ പറയാ ആ ഭാവം, തന്റെ ആത്മാഭിമാനം വ്രണപ്പെടുത്തുന്ന രീതിയിലാണ് ശല്യർ സംസാരിച്ചത്. തൊട്ട് മറുഭാഗത്ത് നോക്കൂ, അവിടെ ഭഗവാൻ അർജുനെ വിളിക്കുന്നത് തന്നെ പരന്തവ, പാർത്ഥ, ധനഞ്ജയ, മഹാബാഹു. വിളിയിൽ തന്നെ പ്രചോദനമാണ്. അങ്ങനെ അർജുനെ ഏതെന്ത് സംസാരിക്കുമ്പോഴും ആ സംസാരിക്കുന്ന ഏത് പോയിന്റിലും അർജുനെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ, അർജുനെ പ്രചോദിപ്പിക്കുന്ന രീതിയിൽ, അർജുനെ ത്രസിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാനാണ് കൃഷ്ണൻ ശ്രമിച്ചത്. ഇവിടെയാണ് വാക്ക് എന്ന ഒരു കാര്യത്തിന്റെ പ്രസക്തി. മഹാഭാരതത്തോട് ഞാൻ പറയാൻ കാരണം ഇത് ഈ വാക്ക് എന്നത് വളരെ പ്രധാനപ്പെട്ട, നമ്മൾ എന്ത് സംസാരിക്കുന്നു വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് കുഞ്ഞിന് മാഷ് പറഞ്ഞത്, വാക്കിനേക്കാൾ തൂക്കമില്ല ഈ ഊക്കനാം ഭൂമിക്ക് പോലും. റിപ്പീറ്റിംഗ്, വാക്കിനേക്കാൾ തൂക്കമില്ല ഈ
ഊക്കനാം ഭൂമിക്ക് പോലും. ഈ ഭൂമിയുടെ ബലത്തിനെക്കാട്ടിയും ശക്തിമത്തമാണ് നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും. നോക്കൂ, നിങ്ങളുടെ ഒരു വാക്കിനെ അത് കേൾക്കുന്ന മനുഷ്യന് വിജയത്തിന്റെ എവറസ്റ്റിൽ തൊടിയിക്കാം. അതേ നിങ്ങൾക്ക് തന്നെ ഒരു വാക്കുകൊണ്ട് ഒരു മനുഷ്യനെ പരാജയത്തിന്റെ പടുകുഴിയിലും ചാടി. ഒരൊറ്റ വാക്ക്, പ്രചോദിപ്പിക്കുന്ന വാക്കുകൾ കേൾക്കാനാണ് ഓരോ ആളും നമ്മൾ. പലപ്പോഴൊക്കെ നമ്മൾ ഫോൺ ചെയ്യുന്ന സമയത്തും സംസാരിക്കുന്ന സമയത്തും ഓരോ ആളും ആഗ്രഹിക്കുന്നത് എനിക്കെന്ത് പ്രചോദനം കിട്ടും, അത് ഇദ്ദേഹത്തിന്റെ വാക്ക് കേട്ടാൽ എനിക്കെന്ത് ഉത്തേജനം കിട്ടും, പ്രചോദനം കിട്ടും. അതിനുവേണ്ടിയാണ് സംസാരിക്കുന്നത്. ഞാൻ ഒരാളോട് സംസാരിക്കുമ്പോഴും അയാൾ തിരിച്ച് എന്നോട് സംസാരിക്കും. ഞാൻ ഒരാളോട് സംസാരിക്കുമ്പോൾ ഞാൻ അത് പ്രതീക്ഷിക്കും. അയാൾ എന്നോട് സംസാരിക്കുമ്പോൾ അയാൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കും. ചിലപ്പോൾ ചില ആളോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഉള്ള എനർജി നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഒരുപാടുണ്ടായിരുന്നു. അങ്ങനോട് സംസാരിക്കാൻ നിൽക്കില്ല. വാക്കുകൾ വളരെ പ്രയോഗിച്ച് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ് എന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട എന്റെ ജീവിതത്തിൽ ഒരു കാര്യം ഞാൻ പറയാൻ പോകുന്നത്. എന്റെ ജീവിതത്തിൽ സംഭവിച്ചാണ്. ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് എന്റെ മകൾ LKG പഠിക്കുന്നു. അപ്പൊ LKG പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് ടീച്ചർ കുട്ടികളെ ഇങ്ങനെ ഇതൊക്കെ എന്റേതാണ് നിന്റേതാണെന്ന് പറയിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ ഓരോ കാര്യങ്ങൾ എടുത്ത് പറയും. അപ്പോൾ കുട്ടിയോട് കൊണ്ട് തന്നെ പറയും ഇത് എന്റേതാണെന്ന് പറയിക്കാൻ വേണ്ടി ഓരോ കുട്ടികളും പറയാൻ തുടങ്ങി. ദിസ് ഈസ് മൈ പെൻ, ദിസ് ഈസ് മൈ ലഞ്ച് ബോക്സ്, ദിസ് ഈസ് മൈ നോട്ട്ബുക്ക്, ദിസ് ഈസ് മൈ പെൻസിൽ. ഇങ്ങനെ ഓരോന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞ് ടീച്ചർ എന്റെ മകളുടെ അടുത്ത്. അപ്പോ എന്റെ മകൾ നേരെ മറ്റു സാധനം തൊടാതെ നേരെ ടീച്ചറുടെ കൈ പിടിച്ചിട്ട് ദിസ് ഈസ് മൈ ടീച്ചർ. അപ്പൊ അന്ന് വൈകുന്നേരം ടീച്ചർ എന്നെ വിളിച്ചു പറഞ്ഞു, സാറേ നിങ്ങളുടെ മകൾ എന്നെ വല്ലാതെ സന്തോഷം കൊണ്ട് കരയിച്ചു കളഞ്ഞു. അപ്പൊ എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോഴാണ് ടീച്ചർ ഈ കാര്യം പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ ഒരൊറ്റ വാക്കുകൊണ്ട് എന്റെ മകൾ ടീച്ചറുടെ ഹൃദയത്തിലേക്ക് കയറി. ആ ടീച്ചർ ഇന്നെന്റെ മകൾ 6ാം ക്ലാസ് പഠിക്കുന്നു. ഇനിയിപ്പോ 7ാം ക്ലാസ്സിലേക്കാണ് പോകേണ്ടത്. മകൾ ആ ടീച്ചറെ ദിവസം മറന്നിട്ടുണ്ടാവും. പക്ഷെ ആ ടീച്ചർ ഉണ്ടല്ലോ എപ്പോ കാണുമ്പോൾ എന്നോട് ചോദിക്കും എങ്ങനെ മകളുടെ കാര്യം എല്ലാം അന്വേഷിക്കും. അപ്പൊ നമുക്കൊരു വാക്ക് കൊണ്ട് മറ്റൊരു മനുഷ്യന്റെ അകത്തേക്ക് കയറാൻ സാധിക്കണതാണ്. 2 കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് മറ്റൊരു മനുഷ്യന്റെ അകത്തേക്ക് കയറാൻ സാധിക്കുക. ഒന്ന്, ഒരു പുഞ്ചിരി, ഒരു മന്ദസ്മിതം. രണ്ടാമത്തത്, അയാൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ ആ കാര്യത്തിൽ പിടിച്ച് സംസാരിക്കും. പ്രത്യേകിച്ച് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിൽ വർക്ക് ചെയ്യുന്നവർക്ക് എനിക്ക് പറഞ്ഞുതരാനുള്ളതാണ്. നിങ്ങൾ ഒരാളെ പ്രചോദിപ്പിക്കണമെങ്കിൽ, നിങ്ങൾക്ക് ഒരാളെ ക്യാൻവാസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിസിനസ് ക്യാൻവാസ് ഒക്കെ പോകുന്ന സമയത്ത് അയാൾ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അയാളുടെ ഹൃദയത്തിലേക്ക് പോകണം. നിങ്ങൾ അയാൾ ആദ്യം സ്വീകരിക്കണം. അത് സ്വീകരിക്കാനുള്ള ഏറ്റവും പ്രധാനമായ പ്രാഥമികമായ 2 റൗണ്ടാണ്. ഒന്ന്, ചിരിക്കുക, മന്ദസ്മിതം. 2, അദ്ദേഹം എന്താണ് ആഗ്രഹിക്കുന്നത്, അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണ്, അതിനെ പിടിച്ചു കയറുക. അത് അദ്ദേഹത്തിന്റെ കുട്ടികളുടെ വിദ്യാഭ്യാസമാകാം, അദ്ദേഹത്തിന്റെ സ്പോർട്സ് ആക്ടിവിറ്റി ആകാം, അദ്ദേഹത്തിന്റെ തൊഴിൽപരമായ കാര്യങ്ങളാകും. അത് മനസ്സിലാക്കി സംസാരിക്കുക. എളുപ്പം അയാളുടെ ഹൃദയത്തിലേക്ക് കയറാൻ സാധിക്കും. ഇതാണ് എനിക്ക് എന്റെ 3ാമത്തെ പോയിന്റ് ആയിട്ട് പറയാനുണ്ട്. അതോടൊപ്പം തന്നെ ഈ വാക്കുകൾ എങ്ങനെ വരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. വാക്കുകൾ എങ്ങനെ ഉത്ഭവിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഭർതൃഹരി എന്ന പ്രഗത്ഭനായ രാജാവ് ഉണ്ടായിരുന്നു. ഭർതൃഹരി, അദ്ദേഹത്തിന്റെ വലിയൊരു പുസ്തകമാണ് സ്ഫോടദർശനം. അതിൽ അദ്ദേഹം പറയുന്നു, ഒരു വാക്കായി പുറത്തേക്ക് വരുമ്പോൾ 4 ഘട്ടങ്ങളിൽ കൂടി കടന്നു പോകുന്നു. 4 ഘട്ടങ്ങളിൽ കൂടി ആ വാക്ക് കടന്നു പോകുന്നു. ആ 4 ഘട്ടങ്ങളെ പര, പശ്യന്തി, മധ്യമ, വൈഖരി. റിപ്പീറ്റിംഗ്, പര, പശ്യന്തി, മധ്യമ, വൈഖരി. ഈ 4 ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് വാക്ക് ശബ്ദത്തോടെ നമ്മുടെ മുമ്പിലെത്തുന്നത്. പര എന്ന് പറയുമ്പോൾ നമ്മുടെ നാഭീസ്ഥാനത്ത് ഒരു ബീജരൂപത്തിൽ വാക്കിന്റെ ആശയം, വാക്കിങ്ങനെ ഉത്ഭവിക്കലാണ്. ഒരു ബീജരൂപത്തിൽ അത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അത് പ്യൂർ ആയിരിക്കും, അതിൽ ഒരു കളങ്കം ഉണ്ടാവില്ല. പിന്നെ അത് പശ്യന്തിയിലേക്ക് വരുമ്പോൾ അതിനൊരു ആശയം വരും, പശ്യന്തിയിലേക്ക് വരുമ്പോൾ. ആ ആശയം വന്ന ആ വാക്കിന് ഒരു വ്യക്തത വരുന്നത് മധ്യമയിലാണ്. അപ്പൊ 3ാമത്തെ മധ്യമയിലാണ് ഈ വ്യക്തത വന്ന വാക്കിന്, ആശയത്തിലെ വ്യക്തത വന്ന വാക്കിന് ഒരു കൂട്ടിച്ചേർക്കലോ കുറക്കലുകളോ അല്ലെങ്കിൽ ഒരു ട്വിസ്റ്റിങ്ങോ അല്ലെങ്കിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി പറയാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കുക. 4ാമത്തെ വൈഖരിയാണ് നമ്മുടെ വാക്കായിട്ട് പുറത്തേക്ക് പോകുന്നത്. പര, പശ്യന്തി, മധ്യമ, വൈഖരി. ഇത് പോലീസുകാർക്കൊക്കെ വളരെ നന്നായിട്ട് അറിയാം. കുറ്റാന്വേഷണ വിദഗ്ധർക്ക്, വലിയ വലിയ പോലീസ് ഓഫീസർക്കൊക്കെ നന്നായിട്ട് അറിയാം. ഈ കാര്യം അറിയുന്ന ഈ പോലീസ് ഓഫീസർമാർ ഈ പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന ആളുണ്ടല്ലോ, പ്രതിയെന്ന് ആരോപണം ചുമത്തുന്ന ആളെ അവരെ കൊണ്ടുവന്ന് മർദ്ദിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള പേടിപ്പിക്കുകയോ ഭയപ്പെടുത്തുകയോ ഒന്നും ചെയ്യാതെ അവരോട് സംസാരിക്കും. അപ്പൊ സംസാരിക്കുമ്പോൾ പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന ഈ വ്യക്തി
ഒരു പ്രശ്നമില്ലാണ്ട് അനർഘ നിർഗളമായി ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നുണ്ടെങ്കിൽ അയാൾ കുറ്റവാളിയല്ല. അവർ തീരുമാനിക്കും. അല്ല, ആ പറയുന്ന സമയത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരു 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 വിഷമവും അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്ത് പറയുകയും അല്ലെങ്കിൽ ഉത്തരം പറയാൻ സമയം എടുക്കുകയും ബബ്ബയൊക്കെ ആയി പോകുന്നുണ്ടെങ്കിൽ അവർ കണ്ടെത്തും അയാൾ കുറ്റം ചെയ്തിട്ടുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെന്റ് വളരെ കറക്റ്റായിട്ട് ഉപയോഗിക്കുന്ന ഈ കാര്യമാണ് ഈ ഭർത്തൃഹരിയുടെ സ്ഫോടദർശനം എന്ന ഈ കൃതിയിലെ ഈ ഒരു സംഭവം. പരാ പശ്യന്തി മധ്യമ വൈകി. ഞാൻ എന്റെ 4ാമത്തെ പോയിന്റ് കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഓഡിബിൾ അല്ലേ എന്നുള്ള സംശയമുണ്ട്. ഓഡിബിൾ അല്ലേ ഗോപു സാർ? ഓഡിബിൾ അല്ലേ? യെസ്, ഓഡിബിൾ ആണ് സാർ. കേൾക്കുന്നുണ്ട്. നോ പ്രോബ്ലം. താങ്ക് യു. ഞാൻ എന്റെ 5ാമത്തെ പോയിന്റിലേക്ക് വരികയാണ്. എന്റെ ചിതറിയ ചിന്തകളിലെ എന്റെ 5ാമത്തെ പോയിന്റ്. 5ാമത്തെ പോയിന്റിലേക്ക് ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ എന്റെ ജീവിത വഴികളിൽ ഒരുപാട് ആളുകളായി സംവദിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പലപ്പോഴും നോട്ട് ചെയ്ത ഒരു കാര്യം, ഈ ദുഃഖഭാവം സ്ഥായിയായി കൊണ്ടുനടക്കുന്നത്. എപ്പോഴും ദുഃഖം തന്നെ. സാമ്പത്തികമായിട്ട് പ്രശ്നമുണ്ടോ? ഇല്ല. തൊഴിൽപരമായിട്ട് പ്രശ്നമുണ്ടോ? ഇല്ല. മക്കളില്ലേ? ഉണ്ട്. അസുഖം എന്തുകൊണ്ടോ? ഇല്ല. പിന്നെ എന്തുകൊണ്ട് ദുഃഖം? അവരെക്കാളും എത്രയോ താഴ്ന്ന നിലയിൽ ജീവിക്കുന്നു, നമ്മളൊക്കെ സന്തോഷത്തോടെ ജീവിക്കുന്നു. എന്തുകൊണ്ട് ദുഃഖം? സദാ ദുഃഖിതം. ഇതെന്തുകൊണ്ടാണ് എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇടുകയാണ്. നിങ്ങൾക്ക് തള്ളാം, നിങ്ങൾക്കത് കൊള്ളാം. നിങ്ങൾക്കത് തള്ളാം, നിങ്ങൾക്കത് കൊള്ളാം. ഞാൻ മനസ്സിലാക്കിയത്, നമുക്കൊരു ആകർഷണത്തെ നേരിടണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ആകർഷണത്തെ തടയണമെങ്കിൽ മറ്റൊരു ആകർഷണം കൊണ്ടേ സാധിക്കും. ഒരു ആകർഷണത്തെ തടയണമെങ്കിൽ, ഒഴിവാക്കണമെങ്കിൽ മറ്റൊരു ആകർഷണം കൊണ്ടേ സാധിക്കും. അതായത് ഒരു ചിന്തയെ നമുക്ക് ഒഴിവാക്കണമെങ്കിൽ മറ്റൊരു ചിന്തയെ അവിടെ പ്രതിഷ്ഠിക്കും. ഒരു ചിന്തയെ നമുക്ക് ഒഴിവാക്കണമെങ്കിൽ മറ്റൊരു ചിന്തയെ അവിടെ പ്രതിഷ്ഠിക്കും. നമ്മൾ ദുഃഖകരമായ ഒരു ചിന്ത, പലർക്കും പല പ്രയാസങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. ചില വീടുകളിൽ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും, അടുത്ത ബന്ധുക്കൾ, അല്ലെങ്കിൽ തൊഴിൽ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾക്ക് എന്തോ അസുഖം, സ്വയം തന്നെ അസുഖങ്ങളുണ്ട്. ഇങ്ങനെ ഒരുപാട് ചിന്തകൾ ഉണ്ടാവും, വിഷമങ്ങളുണ്ടാവും, വിഷമത്തിന് കാരണമായ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ആ ചിന്തയിൽ നിന്നും ആ ചിന്തയെടുത്തിട്ട് മറ്റൊരു ചിന്തയിലേക്ക് പ്രതിഷ്ഠിക്കണം. ദുഃഖത്തിന് കാരണമായ ചിന്തയിൽ നിന്നും നമ്മൾ ആ ചിന്തയെ മാറ്റി മറ്റൊരു ചിന്തയിലേക്ക്, ആ മറ്റൊരു ചിന്ത പോസിറ്റീവ് തിങ്കിങ് ആകാം, പോസിറ്റീവ് കമ്മ്യൂൺ ആവാം, റിപ്പീറ്റിംഗ് പോസിറ്റീവ് കമ്മ്യൂൺ ആവാം, കുട്ടികളുടെ വിദ്യാഭ്യാസം ആവാം, ഉയർന്ന നിലയിലുള്ള വിദ്യാഭ്യാസത്തിലേക്ക് പോകുന്ന കുട്ടികളെ ആ സന്തോഷം മനസ്സിൽ ഓർക്കാം. അല്ലെങ്കിൽ നിങ്ങൾ തൊഴിലിൽ നിങ്ങൾക്ക് കിട്ടുന്ന അവാർഡുകളൊക്കെ ചിന്തിച്ചിട്ട് നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബശ്രീയിൽ നിങ്ങളെ ലീഡറായി നിൽക്കുന്ന കാര്യത്തെ പറ്റി ചിന്തിച്ചിട്ടാവും. അങ്ങനെ ആ ദുഃഖത്തിന് കാരണമായ ചിന്തയിൽ നിന്നും മറ്റൊരു ചിന്തയിലേക്ക് നമ്മുടെ ചിന്തയെ മാറ്റിപ്പാർപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് ഈ ദുഃഖകരമായ അവസ്ഥ ലൈഫ് ഒരു അല്പസമയത്തൊക്കെ ഉണ്ടാവുന്നല്ലാണ്ട് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഒരു മെലങ്കോളിക് ക്യാരക്ടറായിട്ട് നമുക്ക് പോകേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് എന്റെ ഒരു കണ്ടെത്തൽ. കാരണം ഈ മുങ്ങിച്ചാവുന്നതിന് പിന്നെ വെള്ളത്തെ പിടിച്ചിട്ട് കാര്യമുണ്ടോ? മുങ്ങിച്ചാവുന്നതിന് മരുന്നും കൂടെ പഠിക്കണ്ടേ? അല്ലെങ്കിൽ മദ്യപാനത്തിന്റെ ദൂഷ്യവശം കൊണ്ട്, തന്റെ സ്ഥിര മദ്യപാനം കൊണ്ട് നിർത്തിയില്ലാതെ രക്ഷയില്ല, ശരീരം പോയി, ശരീര അവയവങ്ങളൊക്കെ പോയി, കുടുംബം പോയി, അങ്ങനെയുള്ള ചിന്തകളിൽ വിഷമിക്കുന്ന ഒരാള് പിന്നെയും മദ്യത്തിനെ പിടിക്കാൻ പാടില്ലല്ലോ. അത് പിടിക്കേണ്ട മറ്റം തന്നെയല്ലേ? ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ചിന്തയിൽ നിന്നും മറ്റൊരു ചിന്തയിലേക്ക് മനസ്സിനെ മാറ്റിപ്പാർപ്പിക്കാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് മാറാൻ സാധിക്കൂ എന്നുള്ളതാണ്. നിങ്ങൾക്കിത് സാധ്യമാണ്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളിൽ ഒരുപാട് ടീച്ചർമാരുണ്ട്, അധ്യാപകരെ വെച്ച് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ അടുപ്പത്ത് പാല് തിളപ്പിക്കാൻ വെച്ചിരിക്കുക. പാല് തിളക്കണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ആവും. പാല് ജസ്റ്റ് നിങ്ങൾ അടുപ്പത്ത് വെച്ച് പഞ്ചസാര ഇട്ട് സ്പൂൺ കൊണ്ട് ഇളക്കിയാണ്. ആ സമയത്താണ് നിങ്ങൾക്ക് ഫോൺ വരുന്നത്. ആ ഫോൺ വരുമ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇന്നലെ PTA മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ PTA മീറ്റിംഗ് നിങ്ങളുമായിട്ട് സംബന്ധിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ആ കാര്യത്തിന് ചർച്ച ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യം, ആ കാര്യത്തിന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ സഹപാഠി, നിങ്ങളുടെ കൂടിയുള്ള അധ്യാപകൻ നിങ്ങളെ വിളിക്കുന്നത്, അധ്യാപിക. അപ്പൊ അകത്ത് റേഞ്ച് കുറവായിട്ട് നിങ്ങൾ നേരെ ആ ഫോൺ എടുത്ത് പുറത്തേക്ക് പോയിട്ട് നിങ്ങൾ അദ്ദേഹത്തോട് സംസാരിക്കുക. പെട്ടെന്ന് തിരിച്ചു വരാം, 2 മിനിറ്റ് കൊണ്ട് തിരിച്ചു വരാമല്ലോ. പാല് തിളക്കാൻ 15 മിനിറ്റ് 10 മിനിറ്റ് 15 മിനിറ്റ്. അപ്പൊ തിരിച്ചു വരാൻ കാരണം നിങ്ങൾ പുറത്തേക്ക് പോകുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ ആവശ്യമുള്ള ഒരു പ്രബലമായ ചിന്തയാണ്. ആ പ്രബലമായ ചിന്തയിലേക്കാണ് നിങ്ങൾ പോയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ സംസാരിച്ച് 5 മിനിറ്റ് 10 മിനിറ്റ് 15 മിനിറ്റ് 20 മിനിറ്റ് അങ്ങനെയൊക്കെ സംസാരിക്കുന്ന സമയത്ത് അടുപ്പത്തെ പാലില്ല, ഗ്യാസ് ഇല്ല, സ്റ്റൗ ഇല്ല, ഒന്നും. അപ്പൊ അടുപ്പത്ത് പാല് തിളപ്പിക്കുന്ന ചിന്തയിൽ നിന്നും നിങ്ങളുടെ മനസ്സിനെ മറ്റൊരു പ്രബലമായ ചിന്തയിലേക്ക്,
അതായത് സ്കൂളിലെ PTA മീറ്റിംഗിലേക്കുള്ള ഒരു പ്രബലമായ ചിന്തയിലേക്ക് നിങ്ങൾ മനസ്സിനെ മാറ്റിവെച്ചു. അപ്പോ ആദ്യത്തെ ചിന്ത പോയി. ഞാൻ പറഞ്ഞു വരുന്നത് ഇത് പ്രാക്ടീസ് കൊണ്ട് സാധിക്കും. പെട്ടെന്ന് സാധിക്കില്ലെങ്കിലും പ്രാക്ടീസ് കൊണ്ട് സാധിക്കും. പ്രാക്ടീസ് കൊണ്ട് സാധിക്കാത്ത ഒന്നും ഈ ഭൂമുഖത്തില്ല. പ്രാക്ടീസ് 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 മേക്സ് മാൻ പെർഫെക്റ്റ്. മഹാഭാരത കഥയിൽ ഭഗവത്ഗീത എന്നൊരു ഭാഗമുണ്ട്. ഭഗവത്ഗീത. ആ ഭഗവത്ഗീതയിൽ അർജുനൻ കൃഷ്ണൻ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അർജുനന് കൃഷ്ണൻ ഗീതോപദേശം നൽകുന്ന സമയത്ത് കൃഷ്ണൻ പറയും, അർജുന, നീ നിന്റെ മനസ്സിനെ പിടിച്ചു കെട്ടി ഒരൊറ്റ ലക്ഷ്യം കേന്ദ്രമാക്കി നീ യുദ്ധം ചെയ്യണം. നീ ജയിക്കേണ്ടവനാണ്. നീ ജയിക്കണം. അതുകൊണ്ട് ജയിക്കണമെങ്കിൽ നിന്റെ മനസ്സിനെ പിടിച്ചു കെട്ടാൻ എനിക്ക് സാധിക്കും എന്ന് പറയുമ്പോൾ അർജുനൻ പറയാണ്, കൃഷ്ണ, നീ പറഞ്ഞല്ലോ എന്റെ മനസ്സിനെ പിടിച്ചു കെട്ടാൻ. സാധിക്കുന്നില്ല അർജുന. മനസ്സിനെ കാറ്റിനെ പിടിച്ചു കിട്ടുന്ന പോലെയാണ്. മനസ്സിനെ പിടിച്ചു കിട്ടുക എന്ന് പറഞ്ഞാൽ കാറ്റിനെ പിടിച്ചു കിട്ടുന്നത്. ചഞ്ചലം ഹി മനകൃഷ്ണ പ്രമാദി ബലഭദ്രുടം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരഹ. നീ പറഞ്ഞില്ലേ കൃഷ്ണ, ഈ വായു എന്റെ മനസ്സിനെ പിടിച്ചു കെട്ടണമെന്ന്? അത് സാധിക്കുന്നില്ല. കാരണം കാറ്റിനെ പിടിച്ചു കെട്ടുന്നയാൾ ശ്രമകരമാണ്. കൃഷ്ണത് കേട്ടപ്പോ കൃഷ്ണൻ പറഞ്ഞു, അസംശയം മഹാബാഹു മനോദിർനിഗ്രഹം ചലം അഭ്യാസേനത് കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ. അർജുന, നീ പറഞ്ഞത് 100% ശരിയാണ്. മനസ്സിനെ പിടിച്ചു കെട്ടുന്നത് കാറ്റിനെ പിടിച്ചു കെട്ടുന്നതിനേക്കാൾ ശ്രമകരമാണ്. പക്ഷേ സാധ്യമല്ലെന്ന് പറഞ്ഞേക്കരുത്. പരിശ്രമം കൊണ്ട്, വിദ്യാഭ്യാസം കൊണ്ട്, ശ്രമം കൊണ്ട്, പ്രാക്ടീസ് കൊണ്ട് എനിക്ക് സാധിക്കാവുന്ന. പ്രാക്ടീസ് കൊണ്ട്. പ്രാക്ടീസ് 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 മേക്സ് മാൻ പെർഫെക്റ്റ്. പ്രാക്ടീസ്. എല്ലാവരും പ്രാക്ടീസിൽ കൂടിയാണ് ഉയർന്നു വന്നിട്ടുള്ളത്. എന്ത് കാര്യവും പ്രാക്ടീസിൽ കൂടി നമുക്ക് സാധിക്കാവും. പ്രശസ്ത ചിത്രകാരനായ മൈക്കൽ ആഞ്ചലോ ഒരിക്കൽ ഒരു പൊതു പരിപാടി കഴിഞ്ഞ് പുറത്തിറങ്ങിയ. ഈ പരിപാടി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തെ സമീപിച്ച് ചോദിച്ചു, ആഞ്ചലോ, എന്റെ പടമൊന്ന് വരക്കാം. ആഞ്ചലോ, എന്റെ ചിത്രം ഒന്ന് വരച്ചു തരാം. മൈക്കൽ ആഞ്ചലോ ഉടൻ തന്നെ തന്റെ കയ്യിലുള്ള ബ്രഷ് ഒരു പേപ്പർ എടുത്തിട്ട് അതിമനോഹരമായ ചെറുപ്പക്കാരന്റെ ചിത്രം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വരച്ചു. ചെറുപ്പക്കാരൻ ചിത്രത്തിൽ നോക്കി അന്തം വിടുകയാണ്. എന്താ ഇത് സംഭവം? എന്നെ ശരിക്കും കണ്ണാടിയിൽ കാണുന്നതിനേക്കാളും മനോഹരമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ പിക്ചർ, മൈ പിക്ചർ. അന്തം വിട്ടു നിൽക്കുന്ന ആ ചെറുപ്പക്കാരന്റെ ചുമൽ തട്ടി ആഞ്ചലോ പറഞ്ഞു, സഹോദര, എന്റെ കൂലി $200. എന്റെ കൂലി $200. അപ്പൊ ചെറുപ്പക്കാരൻ ഒന്നുകൂടെ ഞെട്ടി. $200? അതിന് നിങ്ങൾ 5 മിനിറ്റ് പോലും പണിയെടുത്തിട്ടില്ലല്ലോ, പിന്നെന്തിന് $200? അപ്പൊ ആഞ്ചലോ പറയുകയാണ്, 5 മിനിറ്റുള്ള സുഹൃത്ത്, 5 മിനിറ്റുള്ള സഹോദര, എന്റെ കഴിഞ്ഞ 55 വർഷങ്ങൾ, എന്റെ കഴിഞ്ഞ 55 വർഷങ്ങളുടെ സാധനയാണ്, എന്റെ കഴിഞ്ഞ 55 വർഷങ്ങളുടെ തപസ്സാണ്, എന്റെ കഴിഞ്ഞ 55 വർഷങ്ങളുടെ പരിശ്രമമാണ് നിന്റെ കയ്യിൽ നിന്റെ ഫോട്ടോ രൂപത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് $200 തന്നേ തീരും. നോക്കൂ, മൈക്കൽ ആഞ്ചലോ $200 വാങ്ങിയോ ഇല്ലയോ എന്നത് നമ്മുടെ വിഷയമല്ല. മൈക്കൽ ആഞ്ചലോ $200 വാങ്ങിയോ ഇല്ലയോ എന്നത് നമ്മുടെ വിഷയമല്ല. നമ്മുടെ വിഷയം പ്രാക്ടീസ് 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 മേക്സ് മാൻ. പരിശ്രമം ചെയ്യുക എന്തിനേയും കരത്തിലാക്കാൻ തക്കവണ്ണം, അല്ലെ? കേട്ടിട്ടില്ലേ? അപ്പൊ പ്രാക്ടീസ് കൊണ്ട് നമുക്ക് വിജയിക്കാൻ, ജീവിത അനുഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. വിജയത്തിലേക്ക് പോകാൻ സാധിക്കും. ഞാൻ എന്റെ 6ാമത്തെ പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പേ ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ഗോപു സാർ ഓക്കെ അല്ലേ? ഒന്നും പ്രശ്നമുണ്ടോ? ഓക്കെ. ഞാൻ എന്റെ ജീവിത വഴിയിൽ കൂടി കടന്നു പോകുന്ന സമയത്ത് ഞാൻ നേരിട്ട പല കാര്യങ്ങളുമാണ് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. ഞാൻ തെറിച്ച് അല്ലെങ്കിൽ സ്കാറ്റേർഡ് ആയി മാറിയ ഒരുപാട് ചിന്തകളെ ഞാൻ നെഞ്ചോട് ചേർത്തു. ആ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നു. എന്റെ 6ാമത്തെ പോയിന്റ് സത്സംഗമാണ്. ഇന്നലെ രമേശൻ സാറിന്റെ ക്ലാസ് കേട്ടപ്പോൾ അദ്ദേഹത്തെ സത്സംഗം എന്ന വാക്ക് ഉപയോഗിച്ചു. അദ്ദേഹം രമണ മഹർഷിയുടെ ഒരു വരികളൊക്കെ കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു രമേശൻ സാറിന്റെ ക്ലാസ്. രമേശൻ സാറിന്റെ ക്ലാസ് അല്ല, ഇവിടെ 23 ക്ലാസ്സുകൾ അവതരിപ്പിച്ചു, പ്രഗത്ഭമായ ക്ലാസ്സുകൾ. 23 ഒന്നിനൊന്നും മെച്ചമാണ്. അതിൽ അതിപ്രശസ്തരൊക്കെയുണ്ട്. എല്ലാവരുടെ ക്ലാസ്സും 23 കേട്ടവനാണ്. ചിലപ്പോ ഈ റേഞ്ച് പോകുന്ന സമയത്ത് ഒരല്പം മാറി നിന്ന് പിന്നെ വീണ്ടും രണ്ടാമത് ചെയ്യുന്നത്. എല്ലാ ക്ലാസ്സും നിശബ്ദം കേട്ടുന്നതിനാണ്. ഞാൻ അധികം സംസാരിക്കാനോ അല്ലെങ്കിൽ ചർച്ചക്കൊന്നും നിന്നിട്ടില്ല. പക്ഷെ എല്ലാ ചർച്ചകളും എല്ലാ ക്ലാസ്സുകളും നിശബ്ദം കേട്ട് ഞാൻ എന്റെ പുസ്തകത്തിലേക്ക് എഴുതിയെടുത്തതാണ്. ആ ക്ലാസ്സുകൾ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്റെ ക്ലാസ് ഞാനിപ്പം പറയുന്നുണ്ട്. ആ ക്ലാസ് രവി സാറും അതുപോലെ തന്നെ പ്രഗത്ഭരായ 23 ആളുകളും പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്റെ ക്ലാസ്സിൽ കേൾക്കാം. പക്ഷെ ഒന്നും എന്റേതല്ല.
ഒന്നും എന്റേതല്ല, എല്ലാം നമ്മൾ നേടിയെടുക്കുന്ന പുസ്തകങ്ങളിൽ കൂടിയും അല്ലെങ്കിൽ കേൾവിയിൽ കൂടി നമ്മൾ നേടിയെടുക്കുന്ന അങ്ങനെയുള്ള പല കാര്യങ്ങളും ഞാൻ എന്റെ ഈ ക്ലാസ്സിൽ വന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് 6ാമത്തെ പോയിന്റ് സത്സംഗമാണ്. അതായത് രമേശ് സാറ് മാഷ് കോട്ട് ചെയ്തപ്പോഴാണ് അങ്ങനെ പോയത്. അപ്പോ സാറ് രമണ മഹർഷിയൊക്കെ ആ വരികളൊക്കെ പറഞ്ഞു വളരെ സന്തോഷം തോന്നി. കൂട്ടായ്മ 6ാമത്തെ പോയിന്റ്. ഒറ്റക്ക് നിൽക്കരുത്, ഒറ്റക്ക് നിൽക്കരുത്. ഇന്ന് പുണ്യ റംസാന്റെ ആദ്യ ദിനമാണ് അല്ലെ, വ്രതത്തിന്റെ ആദ്യ ദിനമാണ്. മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇവിടെ ഒറ്റക്കാണെങ്കിൽ നരകത്തിലും ഒറ്റക്കായിരിക്കും. നിങ്ങൾ ഇവിടെ ഒറ്റക്കാണെങ്കിൽ നരകത്തിലും ഒറ്റക്കായിരിക്കും. നിങ്ങൾ ഇവിടെ ഒറ്റക്കാണെങ്കിൽ നരകത്തിലും ഒറ്റക്കാരും. അപ്പൊ ഒറ്റക്കുള്ളത് നരകത്തിലാന്ന് ഉറപ്പായി. ഒറ്റക്ക് നിൽക്കുന്ന നരകത്തിലാന്ന് ഉറപ്പായി, ഷുവർ. അത് സ്വർഗവും നരകവും ഉണ്ടല്ലോ. അപ്പൊ നരകത്തിൽ നീ ഒറ്റക്കായി പോകും. ഐ സല്യൂട്ട് മൈ പോസിറ്റീവ് കമ്മ്യൂൺ, ഐ സല്യൂട്ട് മൈ പോസിറ്റീവ് കമ്മ്യൂൺ, ഐ സല്യൂട്ട് മൈ പോസിറ്റീവ് കമ്മ്യൂൺ. കാരണം ഈ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി വെച്ചു. സത്സംഗം, കൂട്ടായ്മ, ടീം സ്പിരിറ്റ്. ദേശാടന പക്ഷികളെ നിങ്ങൾ കണ്ടില്ലേ? ദേശാടന പക്ഷികൾ അവർ പോകുന്ന സമയത്ത് ഒരു വി ഷേപ്പിലായിരിക്കും പോവുക, ഒരു വി ഷേപ്പിലായിരിക്കും പോവുക. കമ്പൈൻ ലീഡർഷിപ്പ്, പ്രത്യേക ലീഡർ ഒന്നുമില്ല അവർക്ക്. അപ്പൊ ഒരുത്തന്നെ ഒരു മുമ്പിൽ പറക്കുന്ന പക്ഷിക്ക് ഒരല്പം ഒരു പ്രയാസം വന്നാലും നേരെ പിറകുള്ള അല്ലെങ്കിൽ ആ പക്ഷികളുടെ കൂട്ടുന്ന ഏതെങ്കിലും ഒരുത്തം മുമ്പിലേക്ക് വരും. ഇതാണ് കമ്പൈൻ ലീഡർഷിപ്പ്. അപ്പൊ ആ കൂട്ടത്തിലുള്ള പക്ഷികൾക്ക് ഏതെങ്കിലും ഒരു പക്ഷിക്ക് ഒരു പ്രയാസം വന്നാൽ അത് ഒരു മരക്കൊമ്പിലേക്ക് ഇരുന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാ പക്ഷികളും താഴേക്കിറങ്ങും. എന്നിട്ട് ആ പക്ഷിന്റെ അസുഖം മാറിയതിനു ശേഷം അല്ലെങ്കിൽ അത് മരണപ്പെട്ടതിന് ശേഷം അതിനുശേഷം ആൾക്കാർ മറ്റു പക്ഷികൾ ഒന്നിച്ച് വീണ്ടും വീണ്ടും പറഞ്ഞു. അത് കമ്പൈൻഡ് ലീഡർഷിപ്പ് എന്ന് പറയും. ഇങ്ങനെ കമ്പൈൻ ലീഡർഷിപ്പ് ആകുമ്പോൾ ഇവരെ പറക്കുന്ന ആ വേവ്സ് ഉള്ള ചിറകടിയുടെ വേവ്സ്, ആ വേവ്സിന്റെ ആ കൂട്ടായ്മ കൊണ്ട് അവർക്ക് 71% എനർജി അധികം കിട്ടുന്നതാണ്. ഞാൻ പറഞ്ഞതല്ല, പക്ഷി ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു 71% എനർജി അധികം കിട്ടും. ആ എനർജിക്കാ പറയുന്നത് സിനർജി. കൂട്ടായ്മയിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന എനർജി അല്ല, സിനർജിയാണ്. വാട്ട് ഈസ് സിനർജി? സിനർജി എന്ന് പറയുമ്പോൾ 4 + 4 is not equal to 8, it is more than 8. Repeating, 4 + 4 is not equal to 8, it is more than 8. 12 + 12 is not equal to 24, it is more than 24. അതാണ് സിനർജി. നമ്മൾ രണ്ടുപേരുകൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ എന്താണോ അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാക്കുന്നത്, ആ റിസൾട്ട് തന്നെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ചെയ്യുമ്പോൾ എത്രയോ കൂടുതൽ റിസൾട്ട് ആവും. ഇതിന് ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ കൂട്ടത്തിൽ കോൺട്രാക്ട് അല്ലെങ്കിൽ വീട് പണിയൊക്കെ എടുപ്പിക്കുന്ന കോൺട്രാക്ടർമാരും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അവർക്ക് മനസ്സിലാവും, ഈ തിയറി പെട്ടെന്ന് മനസ്സിലാവും. കോൺക്രീറ്റ് ബീം തിയറി എന്ന് പറയും. കോൺക്രീറ്റ് ബീം തിയറി. കോൺക്രീറ്റ് ബീം തിയറി എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കയ്യിൽ അല്ല നിങ്ങൾ 2x4 ഒരു കോൺക്രീറ്റ് ബീം ഉണ്ടെന്ന് സങ്കല്പിക്കും. 2x4 4 മീറ്റർ നീളവും 2 മീറ്റർ വീതിയുമുള്ള ഒരു കോൺക്രീറ്റ് ബീം. ആ കോൺക്രീറ്റ് ബീം 670 കിലോ ഭാരം ഉണ്ടാവും. 2x4 അല്ലെങ്കിൽ 4x2 4 മീറ്റർ വീതിയും നീളവും 2 മീറ്റർ വീതിയുള്ള ഒരു കോൺക്രീറ്റ് ബീം 670 കിലോ ഭാരം താങ്ങും. എന്നാൽ അതേമാതിരി മറ്റൊരു 4x2 കോൺക്രീറ്റ് ബീം കൂടെ ഒരുമിച്ച് ചേർന്നാൽ അവർ രണ്ടാളും കൂടെ താങ്ങുന്ന ഭാരം 670 × 2 ഈസ് ഈക്വൽ ടു 1340 അല്ല, 4868 കിലോ ആണ്. That is the magic of synergy. That is the magic of togetherness. ഇതാണ് കൂട്ടായ്മയുടെ ലക്ഷ്യം. ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോൾ നമുക്ക് എനർജിക്ക് പകരം സിനർജി ക്രിയേറ്റ് ചെയ്യും. മുഹമ്മദ് നബി പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അടുത്തടുത്ത് നിൽക്കണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഇബ്ലീസ് കയറി നിൽക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചേട്ടാ
എന്താ പറ്റിയേ? കട്ടായി വരും അല്ലേ? നെറ്റ്വർക്ക് കട്ടായതാന്ന് തോന്നുന്നു, ഞാൻ വിളിക്കുന്നുണ്ട്. വേഗം വരും, ഇപ്പൊ വരും. ഓക്കെ, പ്രാർത്ഥിക്കുമ്പോ ഇബിലീസ് മുതൽ വീണ്ടും എന്താ തുടങ്ങണം. പറഞ്ഞ? മോശം അതൊന്നും ഇതേപോലെ പോയാണ്. ഇല്ല. ശരി. ഓക്കെ. ഓക്കെ. പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരുമിച്ച് നിൽക്കണം, അല്ലെങ്കിൽ ഇബിലീസ് കയറി വരും എന്ന് പറഞ്ഞോർത്തുനിന്ന് വീണ്ടും തുടങ്ങണം. രവിയേട്ട വന്നില്ല, പിന്നെ സാറ് നെറ്റ്വർക്ക് കട്ടായതാന്ന് തോന്നുന്നു. ഇപ്പൊ വരും. വരട്ടെ, ഗംഭീരം എന്തായാലും. അല്ല, അതിന്റെ ഇടയ്ക്ക് ഗ്യാപ്പ് ഫില്ലിങ് രവീന്ദ്രൻ തന്നെ എന്തെങ്കിലും കത്തി വെച്ചോ? എന്റെ അപ്പോ അത് എന്താ പറയാ, ഇത്രയും മനോഹരമായ ഒരു ഒഴുക്ക് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് നമ്മൾ അതിന്റെ ഇടയിൽ ഒരു കച്ചറ അല്ലെങ്കിൽ ഒരു മതിൽ കെട്ടുന്നത് ശരിയല്ല. അതിഗംഭീരമായിട്ടുള്ള ഒഴുക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വരട്ടെ. ഒരു അറ്റൻഷൻ ഡൈവേർട്ടായി പോകും. എന്തായാലും നമുക്ക് അദ്ദേഹം വരുന്നത് വരെ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ ഓരോരുത്തർക്ക് റിപ്പീറ്റ് ചെയ്ത് പറയാതുകൊണ്ട് ഞാൻ അതായിരിക്കും അതിന്റെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യം. ഞാൻ ആദ്യം മുതലേ പോയിന്റ് എഴുതി വെച്ചിട്ടുണ്ട്. തെരഞ്ഞെടുക്കാൻ പറ്റുന്നത് അല്ലേ? അതെ, ഒന്ന് തെരഞ്ഞെടുക്കാനുള്ള കഴിവ്. അതെ, തെരഞ്ഞെടുക്കാനുള്ള കഴിവ്. പിന്നെ തെരഞ്ഞെടുക്കാനുള്ള കഴിവ്. രണ്ടാമത്തത് 3 വേർഡുകൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, മോസ്റ്റ് ആൾക്കാർ ഉപയോഗിക്കുന്ന എക്സലൻസ്, പാഷൻ, റൊമാൻസ്. ഇത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രവൃത്തികളിലും നമ്മൾ ഉണ്ടാക്കണം എന്നുള്ളതാണ്. ഒരു കാര്യം പറ്റ, ഈ എക്സലൻസ് പറഞ്ഞ സാധനമില്ലേ, ഈ ഗോവേഷകൻ അങ്ങനെ അക്ഷരം പ്രതി ചെയ്യുന്ന ആളാണ്. അയാൾ തൊഴിൽ മേഖലയിൽ അത് അങ്ങേയറ്റാണ്. ട്രെയിനിങ് മേഖലയിൽ ഇവിടെ ഇല്ലാത്തോണ്ട് അദ്ദേഹത്തിന് തന്നെ പറയാം. അതായത് പുള്ളി ഒരു പ്രാക്ടീസിങ് എക്സലന്റ് റോൾ മോഡലാണ്. പരമാവധി വന്നു, കക്ഷി വന്നു. ഒരു ചെറിയ കട്ടായി പോയി, സോറി, എക്സ്ട്രീംലി സോറി, എല്ലാവരും ക്ഷമിക്കുക. കാരണം സാറേ, നിങ്ങൾ തുടങ്ങേണ്ടത്, നിങ്ങൾ അവസാനം ഞങ്ങൾ കേട്ടത് പ്രാർത്ഥിക്കുമ്പോൾ ഒരുമിച്ച് നിൽക്കണം എന്നാണ് നബി പറഞ്ഞത്, അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ ഇബിലീസ് കയറി നിൽക്കും എന്നാണ് പറഞ്ഞത്. ആയിക്കോട്ടെ. അവിടുന്ന് ഞാൻ പറഞ്ഞത് അതെ, അതല്ലേ പറഞ്ഞത്? തുടങ്ങാം അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പോസിറ്റീവ് കമ്മ്യൂൺ എന്ന് പറഞ്ഞ സംഘടന ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു പ്രാർത്ഥനയാണ്. ഒരു 10-12 വർഷം മുമ്പേ രവിയേട്ടനും അതുപോലെ തന്നെ സുധാ സാറും അങ്ങനെയുള്ള പല പ്രഗത്ഭം നല്ല നിർമ്മല ഹൃദയമുള്ള ആൾക്കാർ തുടങ്ങിയ ഈ സംഭവം ഒരു പ്രാർത്ഥനയായി ഞാൻ കാണുന്നു. ഈ പ്രാർത്ഥനയെ നിങ്ങൾ ഒറ്റക്ക് നിൽക്കരുത്, നിങ്ങൾ കൂട്ടായി നിൽക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ ഇബിലീസ് കയറുന്നു. ഞാൻ 6 പോയിന്റുകൾ പറഞ്ഞു കഴിഞ്ഞു. ഏഴാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ മനസ്സിലാക്കി, എന്റെ ചിതറിയ ചിന്തകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് കൊള്ളാം തള്ളാം. അയാളുടെ അഭിരുചിക്കനുസരിച്ചുള്ള റൈറ്റ് ട്രാക്കിൽ തന്നെ വന്ന് വീണാലേ അയാൾക്ക് രക്ഷപ്പെടാനുള്ള സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ ഒരാൾ രക്ഷപ്പെടണമെങ്കിൽ അയാളുടെ അഭിരുചിക്കനുസരിച്ചുള്ള റൈറ്റ് ട്രാക്കിൽ തന്നെ വരണം. ഇപ്പൊ ട്രെയിനിങ് എടുത്തിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരാൾക്ക് ആ ട്രെയിനിങ് മേഖലയിൽ വന്ന് വീണാൽ അയാൾ സൂപ്പർ ആവും. അതുപോലെ ഒരു സയന്റിസ്റ്റ് ആയി വളരാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയെ പിടിച്ച് നമ്മൾ കളക്ടർ ആക്കരുത്. ഒരു കളക്ടർ സിവിൽ സർവീസിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയെ പിടിച്ച് ബിസിനസ് മാനേജ്മെന്റ് അയക്കരുത്. അപ്പൊ അങ്ങനെ നമുക്ക് കുട്ടികൾ വളരുമ്പോൾ രക്ഷിതാക്കളാണ് ശ്രദ്ധിക്കേണ്ടത്. എനിക്കിവിടെ കോട്ട് ചെയ്ത് പറയാനുള്ള ഒരു കാര്യം, പ്രശസ്ത എഴുത്തുകാരിയാണ് ലീലാവതി ടീച്ചർ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന പ്രഗത്ഭയായ എഴുത്തുകാരിയാണ് ലീലാവതി ടീച്ചർ. പ്രീ ഡിഗ്രിക്ക് റാങ്ക് ആയിരുന്നു, ടീച്ചർക്ക് റാങ്ക് ഉണ്ടായിരുന്നു. ടീച്ചറുടെ അച്ഛന് ആഗ്രഹം ടീച്ചർ ഒരു ഡോക്ടർ ആക്കണമെന്നായിരുന്നു. ലീലാവതി ടീച്ചറുടെ അച്ഛന് ടീച്ചർ ഒരു ഡോക്ടർ ആക്കണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ മെഡിസിന് ചേർത്തു. ആദ്യത്തെ ഫസ്റ്റ് വീക്ക് തന്നെ ഒരു ക്ലാസ്സിൽ, 3-4 ദിവസം കഴിഞ്ഞൊരു ക്ലാസ്സിൽ നമ്പ്യാർ മാഷ് എന്ന് പറഞ്ഞൊരു മാഷുണ്ട്. ആ നാട്ടിൽ അയാൾ അങ്ങനെ അറിയപ്പെടും, നമ്പ്യാർ മാഷ്. എല്ലാവരും ബഹുമാനിക്കുന്ന, റെസ്പെക്ട് ചെയ്യുന്ന പ്രഗത്ഭനായ മാഷാണ്. ആ മാഷ് വന്നിട്ട് ആ ക്ലാസ്സിൽ ഷേക്സ്പിയറിന്റെ ഒരു കവിത, ജോൺ കീറ്റ്സിന്റെ ഒരു കവിത ചൊല്ലിയപ്പോൾ, ഈ കവിതക്ക് സമാനമായിട്ട് മലയാളത്തിൽ ഒരു കവിത ചെല്ലാൻ വേണ്ടി ആ കുട്ടിയോട് പറഞ്ഞപ്പോൾ ജസ്റ്റ് ആ മാഷ് ഒരു വെറുതെ ഒരു പ്രയോഗം നടത്തിയാണ്. അപ്പൊ എല്ലാവരും ഇങ്ങനെ അന്തിച്ചു നിൽക്കുന്ന സമയത്ത് ലീലാവതി ടീച്ചർ എഴുന്നേറ്റ് നിന്ന്, ലീലാവതി എന്ന ആ കുട്ടി, ഫസ്റ്റ് ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടി എഴുന്നേറ്റ് നിന്നിട്ട് വള്ളത്തോളിന്റെ ഒരു 4 വരി കവിത അതിമനോഹരമായി ചൊല്ലി. നമ്പ്യാർ മാഷക്ക് മനസ്സിലായി ഈ കുട്ടിയുടെ അഭിരുചി ഡോക്ടറിലേക്ക് പോവുക എന്നുള്ളതല്ല, മറിച്ച് സാഹിത്യമാണ്.
ടീച്ചർക്ക് പണ്ടേ സാഹിത്യമായിരുന്നു ഇഷ്ടം. എന്നിട്ട് ഈ നമ്പ്യാർ മാഷ് ടീച്ചറുടെ അച്ഛനെ നിർബന്ധിച്ചിട്ട് ആ കുട്ടിയെ പിന്നെ സാഹിത്യത്തിലേക്ക് മാറ്റി എന്നുള്ളതാണ്. അപ്പൊ അന്ന് ഈ നമ്പ്യാർ മാഷ് പറഞ്ഞ എല്ലാവരും കേൾക്കും. അതുകൊണ്ട് ആ ഒരു റെസ്പെക്ട് ഉള്ള ഒരു മാഷായതുകൊണ്ട് ലീലാവതി ടീച്ചർ അച്ഛനും അത് കേട്ടു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ലൊരു എഴുത്തുകാരിയെ കിട്ടി. ഇന്ന് എത്രയോ ഡോക്ടർമാർ, എത്രയോ MBBS-ഉം MS-ഉം FRC ഒക്കെ കഴിഞ്ഞ ഡോക്ടർമാർ ടീച്ചറെ നമസ്കരിക്കുന്നു, സല്യൂട്ട് ചെയ്യുന്നു. നമുക്ക് വലിയൊരു എഴുത്തുകാരി കിട്ടി. അന്ന് ടീച്ചർ ഒരു ഡോക്ടറായിരുന്നെങ്കിൽ, ഡോക്ടർ ഭാഗം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടറായിട്ട് അങ്ങനെ പോകുന്നുണ്ടോ ആരും അറിയില്ല. ഇതാ ടീച്ചർ വന്ന അങ്ങനെയാണ്. അപ്പൊ ടീച്ചർ ആ ഒരു ശരിയായ ട്രാക്കിലേക്ക് വരുക എന്നുള്ളതാണ്. മലയാറ്റൂർ രാമകൃഷ്ണനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താ മഹത്തായ നോവൽ എഴുതിയാണ്. എന്ത് രസമാണ് ആ നോവൽ. ഉദ്യോഗ വൃന്ദത്തിലെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദത്തിലെ എല്ലാ കൊള്ളരുതായ്മകളും എല്ലാ നന്മയും ഒക്കെ ക്രോഡീകരിച്ചിട്ടുള്ള മനോഹരമായ ഒരു നോവലാണ് മലയാറ്റൂർ. ഈ മലയാറ്റൂർ IAS കാരനായിരുന്നു, IAS ഓഫീസറായിരുന്നു. IAS ഓഫീസറായിട്ട് ഇയാൾക്ക് എപ്പോഴും മനസ്സിൽ സാഹിത്യമാണ്. IAS ഓഫീസറായി മാറിപ്പോയി. അങ്ങനെ ഒരു ദിവസം ഇയാൾ IAS ഉദ്യോഗം രാജിവെച്ചു എന്നുള്ളത്. രാജിക്കത്ത് കൊടുത്തെന്ന് ഇദ്ദേഹത്തിന്റെ ഭാര്യ ബോധം കെട്ടുകൊണ്ടെന്നാണ് കഥ. കാരണം ഇദ്ദേഹം സ്റ്റേറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് നോമിനേറ്റ് ചെയ്ത ആളാണ്. ഇയാളുടെ പേര് പറയുന്നുണ്ടായിരുന്നു മലയാറ്റൂർ രാമകൃഷ്ണന്റെ. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ആ രാജിക്കത്ത് കൊടുത്ത ദിവസമാണ് ഞാൻ മതികെട്ടുറങ്ങിയത് എന്നാണ് പത്രക്കാരൻ. രാജിക്കത്ത് കൊടുത്ത ദിവസമാണ് ഞാൻ മതികെട്ടുറങ്ങിയത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് യന്ത്രം എന്ന മഹത്തായ നോവൽ കിട്ടി. മലയാറ്റൂർ രാമകൃഷ്ണൻ എന്ന പ്രഗത്ഭനായ സാഹിത്യകാരനെ കിട്ടി. ഞാൻ എന്താണ് പറഞ്ഞു വരുന്നത് വെച്ചാൽ, അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അഭിരുചിയുള്ള വിഷയങ്ങളിലേക്ക് പോകാൻ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കണം, അല്ലെങ്കിൽ കുട്ടികളെ അഭിരുചി കണ്ടെത്തിയിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. ഇതാണ് എന്റെ 7ാമത്തെ പോയിന്റ്. ഞാൻ 8ാമത്തെ പോയിന്റിലേക്ക് ഞാൻ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ചിതറിത്തെറിച്ച ചിന്തകളാണ്. അത് ഞാൻ കൂട്ടി യോജിപ്പിച്ചതാണ്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം സമയത്തിനെ കുറിച്ചാണ്. സമയം, ടൈം, TIME, ടൈം. ദൈവം തമ്പുരാൻ എല്ലാ മനുഷ്യർക്കും ഒരേ കഴിവുകൾ തന്നിട്ടില്ല, അല്ലെ? ആർക്കും തന്നിട്ടില്ല ദൈവം തമ്പുരാൻ. ചിലർ സകലാംഗരായി ജനിക്കുന്നു, ചിലർ വികലാംഗരായി ജനിക്കുന്നു. ചിലർ കറുത്തവരാണ്, ചിലർ വെളുത്തവരാണ്. ചിലർ പൊക്കം കൂടുതലാണ്, ചിലർ പൊക്കം കുറവാണ്. ചിലർ തടിച്ചിട്ടാണ്, ചിലർ മെലിഞ്ഞിട്ടാണ്. ചിലർ നന്നായി സംസാരിക്കും, കൺവിൻസ് ചെയ്യിക്കും, ചിലർക്ക് സംസാരിക്കാനേ അറിയില്ല. ഇങ്ങനെ വിവിധങ്ങളായ കഴിവുകളാണ് എല്ലാ മനുഷ്യരും കൊടുത്തത്. പക്ഷെ ദൈവം തമ്പുരാൻ തീരുമാനിച്ചു, ഒരു കാര്യം ഞാൻ കൊടുക്കുമ്പോൾ എല്ലാ മനുഷ്യരും, ഭൂമിയിലെ 750 കോടി ജനങ്ങൾക്കും ഒരു കാര്യം എല്ലാവർക്കും ഈക്വലായി കൊടുക്കും, ഒരുപോലെ കൊടുക്കും. ദാറ്റ് ഈസ് ടൈം. സമയം എല്ലാവർക്കും ദൈവം ഒരുപോലെ കൊടുക്കുക. കടപ്പുറത്ത് കടല വിൽക്കുന്നവനും ഒരു ദിവസം 24 മണിക്കൂറാണ്. ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന കസേരയിലിരിക്കുന്ന രാഷ്ട്രപതിക്കും ഒരു ദിവസം 24 മണിക്കൂറാണ്. എനിക്ക് 24 മണിക്കൂറാണ്, രവി സാറിന് 24 മണിക്കൂറാണ്, സുധാ സാറിന് 24 മണിക്കൂറാണ്, ഗോപു സാറിന് 24 മണിക്കൂറാണ്, രമേശൻ സാറിന് 24 മണിക്കൂറാണ്. ഞാൻ എല്ലാവരും പറയുന്നില്ല, എല്ലാവർക്കും 24 മണിക്കൂർ. ഈ 24 മണിക്കൂറുകൾ നമ്മൾ എങ്ങനെ ചെയ്യുന്നു? ഞാൻ മനസ്സിലാക്കിയത്, നിങ്ങൾ കാലത്തോടൊപ്പം സഞ്ചരിക്കുമ്പോൾ കാലത്തിനൊപ്പം വെറുതെ അങ്ങ് സഞ്ചരിക്കുകയാണെങ്കിൽ, ഒന്നുകൂടെ, നിങ്ങൾ കാലത്തോടൊപ്പം സഞ്ചരിക്കുമ്പോൾ കാലത്തിനൊപ്പം വെറുതെ അങ്ങ് സഞ്ചരിക്കുകയാണെങ്കിൽ കാലം നിങ്ങളെ ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്യും. റിപ്പീറ്റിംഗ്, നിങ്ങൾ കാലത്തോടൊപ്പം സഞ്ചരിക്കുമ്പോൾ വെറുതെ അങ്ങ് സഞ്ചരിക്കുകയാണെങ്കിൽ കാലം നിങ്ങളെ ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്യും. അതുകൊണ്ടാണ് ഒരു വിജയം വരുമ്പോൾ നിങ്ങൾ ചിരിക്കുന്നതും ഒരു പരാജയം വരുമ്പോൾ നിങ്ങൾ കരയുന്നതും. എന്നാൽ നിങ്ങൾ കാലത്തോടൊപ്പം സഞ്ചരിക്കുമ്പോൾ കാലത്തെ സമർത്ഥമായി ഉപയോഗിക്കുകയാണെങ്കിൽ കാലം നിങ്ങളെ ഉയർത്തുക മാത്രം ചെയ്യും. റിപ്പീറ്റിംഗ്, നിങ്ങൾ കാലത്തോടൊപ്പം സഞ്ചരിക്കുമ്പോൾ കാലത്തെ സമർത്ഥമായി ഉപയോഗിക്കുകയാണെങ്കിൽ കാലം നിങ്ങളെ ഉയർത്തുക മാത്രം ചെയ്യും. Whenever you use the time will not lose you. Whenever you use the time will not lose you. കയ്യിലുള്ള സമയം, കയ്യിലുള്ള കാലഘട്ടത്തെ സമർത്ഥമായി ഉപയോഗിച്ചിട്ട് ഉയരങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കും. അങ്ങനെ കാലത്തെ ഉപയോഗിച്ചവരാണ് മഹാത്മാഗാന്ധി, മദർ തെരേസയും, നെൽസൺ മണ്ടേലയും. അങ്ങനെയുള്ള പല ആളുകൾ, പ്രഗത്ഭന്മാരൊക്കെ വിജയിച്ചവരൊക്കെ കാലത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. കാലത്തെ ഉപയോഗിക്കുക എന്നുള്ളത്. എന്റെ 9ാമത്തെ പോയിന്റിലേക്ക് വരുമ്പോൾ പലപ്പോഴും അഭിപ്രായ വ്യത്യാസം വരുന്നൊരു പോയിന്റാണ്. ഇത് പലപ്പോഴും പറഞ്ഞപ്പോൾ എന്നിൽ പല തരത്തിലുള്ള വിമർശനങ്ങളും പ്രയാസങ്ങളും ഒക്കെ എനിക്ക് നേരിട്ടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ എല്ലാ സ്ഥലത്തും പറയുന്നുണ്ട്, വിമർശനങ്ങൾ, ക്രിറ്റിസിസം, ആ ക്രിറ്റിസിസം ആയിട്ട് വരുന്ന ആ വിമർശനങ്ങളിൽ കൂടി വരുന്ന കല്ലുകൾ, അതൊക്കെ പൊറുക്കിയെടുത്തിട്ട് ഒരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ
ക്രിറ്റിസിസത്തെ നമ്മൾ അങ്ങനെ കാണും. അപ്പൊ അങ്ങനെ ഞാൻ ഈ അടുത്ത പോയിന്റ് പറയുന്ന സമയത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. പക്ഷെ ആർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ പറയാൻ വന്നൊരു വസ്തുതയാണ്, ഒരു സത്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ നേരത്തെ പറഞ്ഞു എന്റെ ചിന്തയാണ്, കള്ളം കൊള്ളാം. ഞാൻ പറയുന്നത് പണത്തിനെ പറ്റിയാണ്, മറ്റൊന്നിനെ പറ്റിയല്ല, പണത്തിനെ പറ്റി. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് പണം പർവ്വതം പോലെ കൂട്ടി ഉണ്ടാക്കുന്നത് ശരിയാണോ തെറ്റാണോ? ദാറ്റ് ഇസ് മൈ ക്വസ്റ്റ്യൻ. ഞാൻ ഇതുവരെ നിങ്ങളോട് ചാറ്റ് ബോക്സിൽ ആരോടും ഇടാൻ വേണ്ടി പറഞ്ഞിട്ടില്ല, ആദ്യമായിട്ട് പറയുകയാണ്. എന്റെ ചോദ്യം ഇതാണ്: ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ പർവ്വതം പോലെ ഒരുപാട് പണം കുന്നുകൂട്ടി ഉണ്ടാക്കുന്നത് ശരിയാണോ തെറ്റാണോ? വെദർ ഇറ്റ് ഈസ് റൈറ്റ് ഓർ റോങ്? ഒന്ന് ചാറ്റ് ബോക്സിൽ ഇരിക്കണം എന്ന് പറയും. നാസർ സാർ ശരിയാണ്, നോ, അല്ല, ആശാദീപ അല്ല, പുരുഷോത്തമൻ സാർ റൈറ്റ്, ഓക്കെ ഇസ് റൈറ്റ്, തെറ്റാണ്, ഓക്കെ റൈറ്റ്, മതി, താങ്ക് യു ആർ. അല്ല, ഞാൻ പറഞ്ഞു ഇതിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, എന്നാലും എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എന്റെ ചിന്തകളിൽ ഒരു ഭാഗമാണ് ഞാൻ പറയും. അതുകൊണ്ട് ഞാൻ പറയുന്നു, പണം ഉണ്ടാക്കുന്നത് കുന്നുകൂടി ഉണ്ടാക്കുന്നത് തെറ്റാണ് ശരിയാണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞു. ഞാൻ ഒരു ചോദ്യം കൂടെ, ഒരു ചോദ്യം കൂടെ. സർക്കാരിന് ടാക്സ് കൊടുത്ത് നേരായ രീതിയിൽ, അന്തസ്സായ രീതിയിൽ ഒരുപാട് പണം ഉണ്ടാക്കുന്നത് ശരിയാണ്? ക്വസ്റ്റ്യൻ നമ്പർ 2. സർക്കാരിന് ടാക്സ് കൊടുത്ത് നേരായ രീതിയിൽ അന്തസ്സായിക്കൊണ്ട് ഒരുപാട് പണം ഉണ്ടാക്കുന്നത് ശരിയാണ്? ശരി. താങ്ക് യു മൈ ഡിയർ ബ്രദേഴ്സ്, താങ്ക് യു മൈ ഡിയർ സിസ്റ്റേഴ്സ്. ഓക്കെ, ആരോ ഒരാൾ മാത്രം നോ എന്ന് പറഞ്ഞത് റോങ്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ ആരാണെന്ന് അറിയാം നിങ്ങൾക്ക്? Amazon.comന്റെ ജെഫ് ബെസോസ്. ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ. ഞാൻ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇടുന്നുണ്ട്, സമയമില്ല നമുക്ക്, ഞാൻ പറഞ്ഞു തീർക്കുകയാണ്. ഏറ്റവും വലിയ പണക്കാരൻ ജെഫ് ബെസോസ് ആണ്. Amazon.comന്റെ മുതലാളി ജെഫ് ബെസോസ്. അയാളാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നൻ മുകേഷ് അംബാനിയാണെന്ന് നമ്മൾ കണക്കൂട്ടും. മുകേഷ് അംബാനി ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നൻ. കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ MA യൂസഫ് അലി സാറാണ്. ഞാൻ ചോദിക്കുന്നു, ഇവരൊക്കെ, ജെഫ് ബെസോസ് ആകട്ടെ, മുകേഷ് അംബാനി ആകട്ടെ, യൂസഫ് അലി സാർ ആകട്ടെ, ഇവരൊക്കെ അവർ എത്രയോ തലമുറകൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞു, അല്ലെ? സ്റ്റിൽ ദേ ആർ വർക്കിംഗ്. ഈ ജെഫ് ബെസോസ് മോശക്കാരനാണെന്ന് നിങ്ങൾ പറയോ? മുകേഷ് അംബാനി മോശക്കാരനാണെന്ന് പറയോ? യൂസഫ് അലി സാർ ചീത്തയാണെന്ന് പറയോ? പറയില്ല. അവരെല്ലാം നല്ലവരാണ് നിങ്ങളുടെ കാഴ്ചപ്പാട്. പക്ഷെ അവർ പണം ഉണ്ടാക്കുന്ന എന്തിനാണ് പിന്നെയും പണം ഉണ്ടാക്കുന്നത്? നോക്കൂ, ഇന്ത്യ ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥ, ഒരു മിക്സഡ് എക്കണോമിയാണ് ഇന്ത്യ, നമ്മുടെ രാജ്യം. ഈ മിക്സഡ് എക്കണോമിയിൽ പൊതു മേഖലയിലെ ധനവും ആവശ്യമാണ്, സ്വകാര്യ മേഖലയിലെ ധനവും ആവശ്യമാണ്. അപ്പൊ അങ്ങനെ രണ്ട് മേഖലയിലുള്ള ധനങ്ങളും കൂടി ചേരുമ്പോഴാണ് ഇന്ത്യ 5ാം സാമ്പത്തിക ശക്തിയായത്, അല്ലെ? 2030 സമയത്ത് ഇന്ത്യ ഈ ലോകത്തിലെ 1ാം സാമ്പത്തിക ശക്തിയാവണം എന്ന്, വളർച്ചയിലേക്ക് പോകണം എന്നൊക്കെയാണ് കാൽക്കുലേഷൻ. അപ്പൊ മിക്സഡ് എക്കണോമിക് ആകുമ്പോൾ സ്വകാര്യ മേഖലയിൽ ധനം വളരണ്ടേ, സമ്പത്ത് ഉണ്ടാക്കണ്ടേ? എന്റെ ചോദ്യമാണ്. അപ്പോ പണം ഉണ്ടാക്കുന്നവർ പിന്നെയും ഉണ്ടാക്കുന്നു. അപ്പോ അത് തെറ്റാണെന്ന് പറയുന്നത് എങ്ങനെയാ, ഏത് രീതിയിലാണ്? ഒന്ന് ആലോചിക്കാൻ പറ്റും. ഞാൻ ഒന്ന് ലളിതമായി പറയാം. പണം ഇല്ലാണ്ട് എന്ത് സംഭവിക്കും, എന്ത് നടക്കും? നോക്കൂ, ഇന്ന് റംസാൻ ദിനത്തിന്റെ ആദ്യ ദിവസമാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വായിക്കുന്ന മതഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ്. ഖുർആന്റെ നിരവധി പ്രിന്റുകൾ പണം കൊടുക്കാതെ പ്രസ്സുകാർ അടിച്ചിറക്കുന്നു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രിന്റ് ചെയ്യപ്പെടുന്ന ബുക്ക്, മതഗ്രന്ഥം ബൈബിളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ബൈബിളിന്റെ നിരവധി പ്രിന്റുകൾ അടിച്ചിറക്കുന്ന പ്രസ്സുകാർക്ക് പണം കൊടുക്കാതെ നടക്കും. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വ്യാഖ്യാനം ഉണ്ടായ ഒരു പുസ്തകമാണ്, ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത. ഒരു 100 ഭഗവത്ഗീത വേണമെന്ന് പറഞ്ഞാൽ പ്രസാദകർ വെറും പൈസക്ക് ഒന്നും ഇല്ലാണ്ട് തരുമോ? എല്ലാം പണല്ലേ. മനുഷ്യനായി മനുഷ്യന്റെ ജീവിതം പൂർണ്ണമായി ജീവിച്ചു തീർക്കാനുള്ള ഉപാധിയല്ലേ പണം. അമ്പലങ്ങളിൽ ശാന്തി, പണമാണ് എല്ലാ മാസവും ശമ്പളമായി എണ്ണി വാങ്ങുന്നത്. പള്ളികളിൽ കപ്പ്യാർ അല്ലെങ്കിൽ ഫാദർമാർ, പണമാണ് ശമ്പളമായി എണ്ണി വാങ്ങുന്നത്. മദ്രസകളിൽ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന മക്കളെ, വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന കുഞ്ഞുമക്കളെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ, പണമാണ് ശമ്പളമായി എണ്ണി വാങ്ങുന്നത്. പണം ഈ ലോകത്തിൽ ജീവിക്കാനുള്ള ഒരു ഉപാധിയാണ്. പണം ഉണ്ടാക്കുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളത് വിശ്വസിക്കരുത്. അതിന് പറയും ഫോക്സ് ഫിലോസഫി. കാരണം കുറുക്കൻ പറയും, മുന്തിരികൾ
പക്ഷികൾക്കുള്ളതാണ്, പ്രാണികൾക്കുള്ളതാണ്. ഞാൻ എന്തിനത് ഉപയോഗിക്കും? മുന്തിരിക്ക് ഒരുപാട് ശ്രമിച്ചിട്ട് കിട്ടാനിട്ട് ഫോക്സ് ഫിലോസഫി എന്ന് പറയും. സ്കൂളിലെ കുട്ടി എ ഗ്രേഡ് കിട്ടിയില്ലെങ്കിൽ കുട്ടി പറയും, എ ഗ്രേഡ് കിട്ടിയിട്ടില്ല കുട്ടി പറയും, എനിക്ക് പണ്ട് ഈ ഗ്രേഡിങ്ങിലൊന്നും വിശ്വാസമില്ല. ഫുട്ബോൾ ടീമിൽ കയറാൻ പറ്റാത്ത കുട്ടി പറയും, ഫുട്ബോൾ കളി ഒരു അറുബോറം കളിയാണ്. ഫുട്ബോൾ കളി ഒരു അറുബോറം കളിയാണ്. ഇനി ഞാൻ എന്റെ ജീവിതത്തിൽ 2 അനുഭവങ്ങളിലേക്ക് വരാം. ആ അനുഭവങ്ങളിലേക്ക് വന്നതിന് ശേഷം ഞാൻ നിങ്ങൾ ഒന്നുകൂടി ചോദിക്കും. അതായത് ഞാൻ ജോലി ചെയ്യുന്നത് കാഞ്ഞങ്ങാടാണ്. അതിനടുത്തുള്ള പ്രദേശമാണ് കാസർഗോഡ്. കാസർഗോഡ് എൻ്റെ ഒരു സുഹൃത്തിന്റെ അനുജത്തിന്റെ കല്യാണം. ഞാൻ രാവിലെ ഒരു 11 മണിക്ക് അവിടെ എത്തി. 11:30 മണിക്കാണ് കല്യാണം. 11 മണിക്ക് അവിടെ എത്തിയപ്പോൾ ആദ്യം എന്റെ സുഹൃത്ത് അവന്റെ വീട്ടുകാരെയൊക്കെ എന്നെ പരിചയപ്പെടുത്തി ഒരു വേദിയിൽ ഒരു സ്ഥലത്തോട്ട് ഇരുത്തി. അപ്പൊ എന്റെ അടുത്ത് കുറെ ആൾക്കാർ ഇരുന്നിട്ടുണ്ട്. എന്റെ ഏറ്റവും അടുത്തൊരു വൃദ്ധനാണ് ഇരുന്നിട്ടുള്ളത്. എനിക്ക് പിന്നെ പണ്ടേ ഒരു സ്വഭാവമുണ്ട്, അടുത്ത് ആരെ കണ്ടാലും അല്ലെങ്കിൽ ആരോ ബന്ധപ്പെടുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് കയറി ലോകിയം പറയും, കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, സാറ് എന്താ, എവിടെയാണ്, പിന്നെ വീടിന്റെ അടുത്ത് തന്നെയാണെന്ന് ചോദിക്കുന്ന സമയത്ത് അയാൾ എന്നോട് പല കാര്യങ്ങളും പറയാൻ തുടങ്ങി. ആ സംസാരത്തിൽ എനിക്ക് മനസ്സിലായി അദ്ദേഹം റിട്ടയർഡ് അധ്യാപകനായിരുന്നു എന്ന് മനസ്സിലായി. അപ്പൊ കുറച്ച് സമയത്തുള്ളിൽ, ഇതിപ്പം നടന്നത് 1 വർഷം മുമ്പെയാണ്. അപ്പോ ആ സമയത്ത് നമ്മൾ ലോകത്തിലെ പല കാര്യങ്ങളും 10 മിനിറ്റ് സമയം കൊണ്ട് ലോകത്തിലെ പല കാര്യങ്ങളും സംസാരിച്ചു. അതിലവസാനം പെരിയ ഇരട്ട കൊലപാതകം വരെ സംസാരിച്ചു. ആ സമയത്താണ് അത് നടന്നിരുന്നത്. അതൊക്കെ നമ്മൾ സംസാരിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് പിറകിൽ ഒരു ആരവം, ബാക്ക് ഭാഗത്ത് ഒരു ആഗ്രഹവും, ഒരു ആരവം, ഒരു ഒച്ചപ്പാട്, ഒരു ബോളൊക്കെ കാണും. ഞാൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് വളരെ സുന്ദരനായ, വളരെ വെളുത്ത ഷർട്ടും വെളുത്ത മുണ്ടൊക്കെ എടുത്തിട്ട് സുന്ദരനായ ഒരു 45 വയസ്സ് തോന്നിക്കുന്ന ഒരു ഒരാള് ഇങ്ങനെ നടന്നു വരുന്നു. അയാൾ വരുന്ന സമയത്ത് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു, എല്ലാവരും അഭിവാദ്യം ചെയ്യുന്നു, എഴുന്നേറ്റ് നിൽക്കുന്നു. അയാൾ അങ്ങനെ നടന്നു വന്നത് ഈ പിന്നെ വേദിയുടെ ഏറ്റവും മുന്നിലായിട്ട് അയാൾ ഇരിക്കുകയും ചെയ്തു. അപ്പൊ അയാൾ വരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഇതാരാന്ന് നോക്കി. അപ്പൊ ഞാൻ ഫിലിം സ്റ്റാർ അല്ല, അതുപോലെ തന്നെ പിന്നെ അത് ന്യൂസ് ഇത് കണ്ട TV സീരിയലൊക്കെ വരുന്ന സീരിയൽ നടന്മാരുമല്ല, പൊളിറ്റീഷ്യൻ അല്ല. പിന്നെ ഇത് ആരാണെന്ന് അന്വേഷിച്ച് ഞാൻ നിൽക്കുന്ന സമയത്ത് എന്റെ അടുത്ത് നമ്മൾ മാഷ് എണീറ്റു. അപ്പൊ മാഷ് എണീറ്റപ്പോ എനിക്ക് പിന്നെ രക്ഷയില്ലല്ലോ. അപ്പൊ ഞാൻ എഴുതിട്ടു. അപ്പൊ അയാൾ മുന്നോട്ട് പോയിട്ട് ഫ്രണ്ടിലാടിയിരുന്നു. അപ്പൊ ഞാൻ മാഷിനോട് ചോദിച്ചു, മാഷ് ഇതാരാണ്? അപ്പൊ മാഷ് എന്നോട് ചോദിക്കുകയാണ്, അയാളെ അറിയില്ല. അയാൾ അറിയാത്ത ആരുണ്ടാവില്ല, അയാൾ ഇവിടുത്തെ വലിയ കോൺട്രാക്ടറാണ്. അയാള് പിന്നെ വളരെ ബഹുമാന്യനാണ്, സർവ്വസമ്മതനാണ്. അവിടെ ഇവിടെ മാത്രമല്ല, ഗൾഫിലൊക്കെ ബിസിനസ് ഉണ്ട്. നമ്മൾ ഇവിടുന്ന് കാസർഗോഡ് നിന്ന് കണ്ണൂർ പോകുന്ന മാതിരിയാണ്. ഇന്ന് ഗൾഫിൽ പോയാൽ നാളെ തിരിച്ചു വരും, മറ്റന്നാൾ വീണ്ടും പോകും. അങ്ങനെ ഒരുപാട് ബിസിനസ് ഉള്ള. അത് മാത്രമല്ല അയാൾ ഏറ്റവും സർവ്വസമ്മതനാകാൻ കാരണം അയാൾ ഈ ജാതി മതഭേദമന്യേ എല്ലാവർക്കും ഒരുപാട് കയ്യേറ്റ് സഹായിക്കുന്ന ഒരാളാണ്, നല്ല മനുഷ്യനാണ്. അതും ആ ഒരു ബഹുമാനമായി കണ്ടെന്ന് വെച്ചു. എന്റെ ഈ മാഷ് ആത്മഗതം പോലെ പറയാണ്, അവൻ എന്റെ ക്ലാസ്സിലെ കുട്ടിയായിരുന്നു, അവൻ ഇംഗ്ലീഷ് പഠിപ്പിച്ച ഞാനാണ്, മഹാപൊട്ടനായിരുന്നു, ഒന്നും അറിയാത്തവനായിരുന്നു. ഇത് കേട്ടപ്പോ ഞാൻ ഞെട്ടി. ഞാൻ ചോദിച്ചു, മാഷിന്റെ ശിഷ്യനല്ലേ അത്? മാഷ് എന്തിനു എഴുന്നേറ്റു? അയാളെ കാണുന്ന സമയത്ത് മാഷ് എഴുന്നേറ്റ് കൊണ്ടാണ് എനിക്ക് അയാളെ അറിയില്ല, എന്നിട്ടും ഞാൻ എഴുന്നേറ്റു. അപ്പൊ ഇതിന്റെ ആവശ്യം എന്തായിരുന്നു? അപ്പൊ മാഷ് എന്നോട് ചോദിക്കുകയാണ്, ആ ചോദ്യം ഇന്നും എന്റെ മനസ്സിലുണ്ട്. എന്നോട് ചോദിച്ചു, ലോകത്തിലെ ഏറ്റവും വലിയ പോലീസുകാരാണ്, ലോകത്തിലെ ഏറ്റവും വലിയ പോലീസ് ഏത് രാജ്യത്തിന്റെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇന്ത്യയാണോ അല്ല ഇറാഖാണോ അല്ല, കൺഫ്യൂഷൻ ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് മാഷ് പറഞ്ഞു, ഇന്ത്യ ഇറാഖോ ഏതെങ്കിലും പാകിസ്ഥാനോ ഒന്നും ചിന്തിക്കണ്ട, അമേരിക്കയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ല. പിന്നെ ഇതിനാ അവരെ ലോക പോലീസ് എന്ന് വിളിക്കുന്നത്? അമേരിക്കയാണ്. അവരുടെ പണങ്ങളുണ്ട്, അവരുടെ സമ്പത്തുമുണ്ട്. നോക്കൂ, സ്വന്തം വൃദ്ധനായ ഗുരുനാഥനെ പോലും തന്റെ മുന്നിൽ ഭവ്യതയോടെ എഴുന്നേറ്റ് നിൽപ്പിക്കാൻ സാധിക്കുന്ന, മെസ്മറിസം കാണിക്കുന്ന, മാജിക് കാണിക്കുന്ന ഒരു വസ്തു. ദാറ്റ് ഈസ് മണി. മറ്റൊരു എക്സാമ്പിളിലേക്ക് പോവുകയാണ്. എന്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. ഞാൻ പറഞ്ഞു, കാഞ്ഞങ്ങാട് ജോലി ചെയ്യുന്നത്. കാഞ്ഞങ്ങാട് മാവുങ്കാൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മാവുങ്കാൽ. അവിടെ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറിയതാണ്. അവിടെ കയറിയപ്പോൾ ഞാൻ സാധാരണ രാവിലെ നമ്മൾ രണ്ട് കഷ്ണം പുട്ടും കടലക്കറിയൊക്കെ പറഞ്ഞ് ഓർഡർ ചെയ്തപ്പോൾ അതൊക്കെ വന്ന് ഞാൻ കഴിക്കാൻ പോകുന്ന സമയത്ത് എന്റെ മുന്നിൽ ഒരാൾ വന്നിരുന്നു. കാണുമ്പോൾ നല്ലൊരു ഡീസന്റ് ജെന്റിൽമാൻ, നല്ല കുലീനത്തുള്ള നല്ലൊരു തറവാട്ട് പറഞ്ഞ ഒരാൾ കാണുമ്പോൾ നമുക്കൊരാളെ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ അയാളോട് ചിരിച്ചു, അയാൾ എന്നോടും ചിരിച്ചു. ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ ഒരു ചായക്ക് മാത്രം ഓർഡർ ചെയ്തു. അയാൾ മുഖത്ത് വല്ലാത്ത ദൈന്യതയുണ്ട്, വല്ലാത്ത ദൈന്യഭാവമുണ്ട്, വല്ലാത്തൊരു ഭാവവ്യത്യാസമുണ്ട്. ഞാൻ അയാളെ പിന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അയാളോട് ചോദിച്ചല്ല സാറേ, കഴിക്കുന്നില്ല, ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല? ഇപ്പൊ വേണ്ടെന്ന്. അപ്പൊ ഞാൻ ഭക്ഷണം കഴിഞ്ഞ് കൈകളെല്ലാം കഴുകി തിരിച്ച് ക്യാഷിന്റെ മുമ്പിൽ എത്തുന്ന സമയത്ത് എന്റെ തൊട്ട് മുന്നിൽ അയാൾ ക്യാഷ് കൊടുക്കുന്നു, ചായ കുടിച്ചതിന്റെ ക്യാഷ്.
അപ്പൊ എനിക്ക് ഇല്ലാത്തൊരു സ്വഭാവം പെട്ടെന്ന് എവിടുന്ന് വന്നു. ഞാൻ അറിയാതെ അയാളുടെ കയ്യിലെ പേഴ്സിലേക്ക് ഞാൻ നോക്കിപ്പോയി, ഒന്ന് പാളി നോക്കി. നിങ്ങൾക്ക് പറഞ്ഞ വിശ്വാസമില്ല, ഒരു 10 രൂപേന്റെ നോട്ട്, ഒരു 2 രൂപേന്റെ നാണയം, പിന്നെ ഒരു വിസിറ്റിംഗ് കാർഡ്. 10 രൂപേന്റെ നോട്ട്, പിന്നെ ഒരു 2 രൂപേന്റെ നാണയം, പിന്നെ ഒരു വിസിറ്റിംഗ് കാർഡ്. 10 രൂപ എടുത്ത് അയാൾ ആ കേഷ്യർ കൊടുത്തു. അയാൾ എന്റെ മുഖത്ത് നോക്കി ചിരിയും ചിരിച്ച് അയാൾ പോയി. ഞാൻ ഇപ്പോഴും പറയുന്നു അയാൾക്ക് വിശക്കുന്നുണ്ട്. അയാൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു, പക്ഷെ കയ്യിൽ പണമില്ല. ഇനി ഞാൻ എന്റെ സബ്ജക്റ്റിലേക്ക് വരാം. ഇത്രയും സമയം ഞാൻ പണം ചീത്തയാണോ നല്ലതാണോ എന്ന് പറയാൻ വേണ്ടിയാണ് നിങ്ങളെ ശ്രദ്ധ ക്ഷണിച്ചത്. ഇത് കത്തി പോലെയാണെന്ന് പറയാം, കത്തി നല്ലതാണോ ചീത്തയാണോ എന്ന് പറയുന്നത്. ഇനി ഞാൻ പറയുന്നത്, പണം ഉണ്ടാക്കണമെങ്കിൽ പണത്തിന്റെ പിന്നാലെ ഓടിയാൽ മതിയോ, അല്ല മറ്റൊന്നിന്റെ പിന്നാലെ ഓടണം? പണം ഉണ്ടാക്കണ്ടെങ്കിൽ പണത്തിന്റെ പിന്നാലെ ഓടണോ, അല്ല മറ്റെന്തെങ്കിലും പിന്നാലെ ഓടണോ? പണം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, എനിക്ക് പറയാനുള്ളത്, ചെറുപ്പക്കാർക്ക്, കുട്ടികൾക്ക് നല്ല കാര്യങ്ങൾ, സത്സംഗങ്ങളൊക്കെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത്, നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് സമ്പത്തിന്റെ ശാസ്ത്രം പറഞ്ഞു കൊടുക്കും. പണം നേരായ രീതിയിൽ ഉണ്ടാക്കാനും അത് ഉപയോഗിക്കാനും അത് കുടുംബത്തിന്റെ വളർച്ചയ്ക്ക് ഉപയോഗിക്കാനും കുടുംബത്തിനൊക്കെ നല്ല ശരിയായ രീതിയിൽ വളർത്താനും ഈ പണം ഉപകരിക്കും. അത് നല്ല രീതിയിൽ ചെലവാക്കാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ വേണ്ടി മക്കളെ ആ മണി സൈക്കോളജി പഠിപ്പിക്കണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് തള്ളാം കൊള്ളാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പണത്തിന്റെ പിന്നാലെ ഒരാൾ ഓടിയാൽ പണം നമ്മൾ എടുത്ത് നിൽക്കില്ല. അവിടെയാണ് ഒരു സൈക്കോളജി വരുന്നത്. മണി ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് എക്സലൻസ്, ഒരു തിയറിയാണ്. മണി ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് എക്സലൻസ്. നിങ്ങൾ ഏത് ജോലിയാണ് ചെയ്യുന്നത്, നിങ്ങൾ എവിടെയാണ് പ്രവർത്തിക്കുന്നത്, ആ പ്രവൃത്തി പദത്തിന്റെ എക്സലൻസിലേക്ക് പോകാൻ നിങ്ങൾ ശ്രമിക്കുക. പണം താനെ വന്നുകൊള്ളും. പണത്തിന് മേലെ ഓടരുത്, ഒരിക്കലും ഓടരുത്. പണത്തിന്റെ പിന്നാലെ ഓടിയാൽ നിങ്ങൾക്ക് പണം വരില്ല, 110% ഉറപ്പാണ്. നിങ്ങൾ ഓടേണ്ടത് നിങ്ങളുടെ ജോലിയുടെ പിറകെയാണ്. ജോലിയുടെ എക്സലൻസ് ചെയ്യാൻ വേണം. പണം തനിയെ വരും, പണം വന്നോളൂ, നിങ്ങൾ നോക്കണ്ട. അതാണ് എന്താ, മണി ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് എക്സലൻസ് എന്ന തിയറി. ഡോണ്ട് ചൂസ് ദ മണി, യു ചൂസ് ദ എക്സലൻസ്. whenever you choose the excellence, money will come automatically, because money is the product of excellence. അതുകൊണ്ട് പണത്തിന് പിന്നാലെയല്ല ഓടേണ്ടത്, ജോലിയുടെ എക്സലൻസിയിലേക്ക് പോകാൻ. പണം തനിയെ വരും. ഹിന്ദു പുരാണങ്ങളിൽ പണത്തിന്റെ ദേവത ലക്ഷ്മിയാണ്, മഹാലക്ഷ്മി. പണത്തിന്റെ ദേവത മഹാലക്ഷ്മിയാണ്. തൊഴിലിന്റെ ദേവത മഹാവിഷ്ണുവാണ്. അപ്പോ മഹാവിഷ്ണുവിന്റെ ഭാര്യയാണ് മഹാലക്ഷ്മി. എല്ലാവരും ഗുരുവായൂർ അമ്പലത്തിൽ പോയാൽ മഹാവിഷ്ണുവോട് പറയാ, നീ ഒന്ന് ലക്ഷ്മിയെ വിട്ടു തരുവാണ്. എല്ലാവർക്കും വേണ്ടത് അവരെ കടം തീരണം, അവർക്ക് വീടെടുക്കണം, അല്ല മക്കളുടെ കല്യാണം. ഇതെല്ലാം ധനത്തിന്റെ വിവിധ രൂപങ്ങളാണ്, പ്രയാസങ്ങളാണ്. ഇതൊക്കെ ലക്ഷ്മിയാ തീർക്കേണ്ടത്. ആ ലക്ഷ്മിയെ ഭഗവാനെ നീ അറിയുന്നോളൂ, എന്റെ ആവശ്യമില്ല, നീ ലക്ഷ്മിനെ ഇങ്ങോട്ട് വിട്ടു. ഏതൊരു ഭർത്താവാണ് അത് ആഗ്രഹിക്കുക? ഞാൻ ഇരിക്കുന്നെടുക്കുന്നത് ഭാര്യനെ അയക്കാൻ വേണ്ടി. ലക്ഷ്മി പോയാലും കുറച്ചു സമയം പോയി ലക്ഷ്മി തിരിച്ചു വന്നേക്കും. അഥവാ ലക്ഷ്മി പോയാലും ഈ നാരായണൻ അല്ലെ മഹാവിഷ്ണു ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കാരണം അദ്ദേഹം ഇൻകം ടാക്സ് ആയിട്ടും പ്രശ്നങ്ങളായിട്ടും ഒരുപാട് കടങ്ങളായിട്ടും തൊഴിൽ പ്രശ്നങ്ങളായിട്ടും പ്രശ്നങ്ങൾ കൊടുക്കും. അപ്പോ നമ്മൾ നാരായണനെയാണ് വിളിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മഹാവിഷ്ണുവിനെ വിളിക്കുന്നുണ്ടെങ്കിൽ, എവിടെ മഹാവിഷ്ണു ഉണ്ടോ അവിടെ ലക്ഷ്മി ഉറപ്പാണ്. എവിടെ മഹാലക്ഷ്മി ഉണ്ടോ അവിടെ ലക്ഷ്മി ഉറപ്പാണ്. അപ്പൊ മഹാവിഷ്ണുവിനെ വിളിച്ചു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് നമ്മുടെ തൊഴിലിന്റെ എക്സലൻസിലേക്ക് നമ്മൾ പോകാൻ നോക്കിയാൽ അവിടെ പണം താനെ വരുന്നതാണ്. അപ്പോ നമ്മൾ തൊഴിലിന്റെ എക്സലൻസിലേക്ക് പോയി ബൈ പ്രൊഡക്റ്റ് ആയ പണത്തിന് നേടാനാണ് ശ്രമിക്കുന്നത്. ഏതൊരു ജോലി നമുക്ക് നേടാൻ സാധിക്കും. നിങ്ങൾ എന്ത് ജോലിയായാലും ഈ തൊഴിലിന്റെ എക്സലൻസിലേക്ക് പോകുന്ന സമയത്ത്, അതിന്റെ വിവിധങ്ങളായ ഉയർച്ചകളിലേക്ക് പോകുന്ന സമയത്ത് പണം വന്നുകൊള്ളും. അതാണ് മണി ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് എക്സലൻസ് എന്ന തിയറി പറയുന്നത്. 9ാമത്തെ പോയിന്റ്. സമയം ഒരുപാടായി. ഗോപു സാറെ കേൾക്കുന്നുണ്ടോ? ഓക്കെ അല്ലേ? രവി സാറെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല? ഹലോ ഹലോ
കേൾക്കുന്നു. ഓക്കെ, താങ്ക് യു. സാർ, ഞാൻ എന്റെ 9 പോയിന്റുകൾ പറഞ്ഞു. 10ാമത്തെ പോയിന്റിലേക്ക് പോവുകയാണ്. 10ാമത്തെ പോയിന്റിലേക്ക് പോകുന്ന എന്റെ ചിതറിയ ചിന്തകളിൽ ഞാൻ കണ്ടെത്തിയ ചില കാര്യങ്ങൾ. നമ്മൾ ഒരുപാട് നോളജുകൾ ശേഖരിക്കുന്നുണ്ട്. പല ട്രെയിനിങ്ങിൽ നിന്നും പല ആളുകളുടെ സംവാദത്തിൽ കൂടി നമുക്ക് ഒരുപാട് നോളജുകൾ പിന്നെ നമ്മൾ ശേഖരിക്കുന്നുണ്ട്. പക്ഷെ ഈ നോളജുകളൊക്കെ നോളജാണോ? എന്റെ പ്രായത്തിൽ പഠിക്കുന്ന സമയത്തൊക്കെ വളരെ വണ്ണത്തിൽ എഴുതി വെച്ചത് ഞാൻ കണ്ടിട്ട് ഞാൻ തന്നെ എഴുതി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. നോളജ് ഈസ് പവർ. പക്ഷെ അത് പൊട്ട വാക്കാണെന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നു. നോളജ് ഈസ് പവർ എന്നുള്ളത്. നോളജ് പവർ അല്ല. നോളജ് പവർ ആണെങ്കിൽ അറിഞ്ഞ നോളജിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഐ മീൻ അപ്ലൈഡ് നോളജ് ഈസ് പവർ. അപ്ലൈഡ് നോളജ് ഈസ് പവർ. നമ്മളൊരു കിട്ടിയ അറിവ് അത് അപ്ലൈ ചെയ്യുമ്പോഴാണ്, ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്ന സമയത്താണ് നമുക്കത് പവറായിട്ട് നമുക്ക് മാറാൻ സാധിക്കും. ഇവിടെ ഒരു ചെറിയൊരു കഥ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. സമയം ഉണ്ടാവുമെന്ന് കരുതുന്നു, പെട്ടെന്ന് തീർക്കാം. അതായത്, ഒരു വ്യക്തി തന്റെ 1ാം വിവാഹ വാർഷികമാണ്, ചെറുപ്പക്കാരനാണ്. അപ്പൊ 1ാം വിവാഹ, അയാൾ നല്ല കമ്പനിയിൽ ഒരു എക്സിക്യൂട്ടീവ് ആണ്, നല്ല ജോലി, ഉയർന്ന ജോലിയിൽ നിൽക്കുന്ന ആളാണ്. അപ്പൊ അയാൾ ഇങ്ങനെ ഒരു ദിവസം രാവിലെ, അന്ന് അയാളെ പിന്നെ വിവാഹ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ വൈഫിന് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാന്ന് കരുതി മാർക്കറ്റിൽ കൂടെ നടക്കുന്ന സമയത്ത് പക്ഷികളൊക്കെ വിൽക്കുന്ന ഒരു കട കണ്ടു. ആ കടയിൽ പോയി ഒരു പക്ഷികൾക്കൊക്കെ വില വയ്ക്കുന്ന സമയത്ത് അത് മനോഹരമായ തത്തയെ കണ്ടിട്ട് അയാൾ അങ്ങോട്ട് കയറി. അപ്പൊ ഈ തത്തക്ക് എന്താ വില വെച്ചു? അപ്പൊ പറഞ്ഞു 25,000 രൂപ. അപ്പൊ ഇയാൾക്ക് അത്ഭുതമായി. 25,000 രൂപയോ? ഇത്രയും ഒരു തത്തക്കോ? അതിൽ ആ കടക്കാരൻ പറഞ്ഞു, അതെ, ഈ തത്ത 24 ഭാഷകളിൽ സംസാരിക്കും, അതുകൊണ്ട് ഇതിന് 25,000 രൂപ കിട്ടിയേ തീരൂ. 24 ഭാഷകൾ സംസാരിക്കുന്നത് തത്തയോ? എന്നാ എനിക്ക് എന്തായാലും വേണം, ഒരു കാര്യം, ഈ തത്തയെ എടുത്തിട്ട് പാക്ക് ചെയ്ത് എനിക്ക് തന്നോളൂ, ഞാൻ വാങ്ങിക്കളാന്ന് പറഞ്ഞിട്ട് അയാൾ വാങ്ങി. 25,000 രൂപ കൊടുത്ത് വാങ്ങിച്ചു. അപ്പോ ഇയാൾക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ സമയമില്ല. കാരണം കമ്പനിയിൽ അയാളുടെ ഓഫീസിൽ ഒരു ഒഫീഷ്യൽ മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗിൽ പങ്കെടുക്കുന്നതിനോട് അയാൾക്ക് പോകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇയാൾ ഈ സാധനം പ്യൂണിന്റെ കയ്യിൽ കൊടുത്തിട്ട് വീട്ടിലെത്തിച്ചു. വൈഫിന്റെ കയ്യിൽ കൊടുത്ത് പ്യൂൺ തിരിച്ചു വന്നു. അപ്പോൾ ഇയാൾ ഉച്ചക്ക് ഊണ് കഴിക്കാൻ പോകുന്ന സമയത്ത്, മനോഹരമായ തത്തയാണ്, 24 ഭാഷകൾ സംസാരിക്കും. അപ്പൊ ഈ തത്ത കിട്ടിയ സന്തോഷത്തിൽ വൈഫിനോട് സന്തോഷിച്ച് സംസാരിക്കും എന്നൊക്കെയാണ് ഇയാൾ കരുതിയത്. ഇയാൾ കൈയൊക്കെ കഴുകി ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ തത്തയെ പറ്റി സ്ത്രീ ഒന്നും പറയുന്നില്ല. ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്ത് ഇറങ്ങി കൈയൊക്കെ തുടച്ച് പുറത്തിറങ്ങിയ സമയത്ത് പിന്നെ ഇയാൾ അങ്ങോട്ട് ചോദിച്ചു, ഞാൻ ഒരു സാധനത്തിന് എനിക്കൊരു ഗിഫ്റ്റ് കൊടുത്തായിരുന്നല്ലോ, അത് പിന്നെ എന്താ ഞാൻ പിന്നെ പറയാതെ. അപ്പൊ ഈ സ്ത്രീ ചോദിച്ചു, ഗിഫ്റ്റോ? എനിക്ക് ഗിഫ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. നിങ്ങളൊരു പ്യൂൺ ഇവിടെ വന്നിട്ട് ഒരു തത്തയെ കൊണ്ടു തന്നിരുന്നു, അതാ നിങ്ങളിപ്പോ കഴിച്ചേ, തത്ത ഫ്രൈ. അപ്പൊ അയാൾ അത്ഭുതപ്പെട്ടു. തത്ത ഫ്രൈയാ? ഞാൻ നിനക്ക് 25,000 രൂപ കൊണ്ട് വാങ്ങി തന്ന ഈ തത്തയെ നീ ഫ്രൈ ആക്കി തന്നോ? എന്തായാലും ആ സ്ത്രീ പറയാണ്, അതെ, തത്ത ഫ്രൈ. ഞാൻ എന്താ എന്റെ പ്രശ്നം? അപ്പൊ അയാൾ പറഞ്ഞു, അതിന് 24 ഭാഷകൾ സംസാരിക്കാൻ സാധിക്കും, അത് നിന്നെ അത്ഭുതപ്പെടുത്താൻ വേണ്ടി, നിനക്ക് അത് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നതല്ലേ. അപ്പോൾ ആ സ്ത്രീ പറയാണ്, 24 ഭാഷകൾ സംസാരിക്കുന്ന നിങ്ങളെ തത്ത ഏതെങ്കിലും ഒരു ഭാഷയിൽ എന്നെ കൊല്ലല്ലേ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അതിനെ കൊല്ലുമായിരുന്നു. അതുകൊണ്ട് അറിയാവുന്ന ഭാഷകൾ, അല്ല അറിയാവുന്ന അറിവ് പ്രയോഗിക്കാത്ത ആളുകൾ ചാവണം, അതിനെ കൊല്ലുന്നതാണ്. അപ്പൊ ഇതാണ് നമ്മൾ ജീവിതത്തിൽ കിട്ടിയ അറിവുകളൊക്കെ എവിടെയൊക്കെയാണ് പ്രയോഗിക്കാൻ സാധിക്കുക, അവിടെയൊക്കെ യുക്തമായിട്ട് പ്രയോഗിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എന്റെ 10ാമത്തെ പോയിന്റ്. പോയിന്റ് നമ്പർ 11. സുധാ സാറെ, സമയം. ഗോപു സാർ, ആരും കേൾക്കുന്നുണ്ടോ? ഹലോ. ഓക്കെ, കേൾക്കുന്നുണ്ട്. താങ്ക് യു. അപ്ലൈഡ് നോളജ് ഈസ് പവർ. നമ്മൾ ട്രെയിനിങ് ഒക്കെ ഇപ്പം പോസിറ്റീവ് കമ്മ്യൂൺ ഒക്കെ ട്രെയിൻ ചെയ്ത ആൾക്കാരെ വളർത്തുന്ന ഒരു സംഘടനയാണ്. ഇപ്പൊ ട്രെയിനിങ് ഒക്കെ നമ്മൾ അതിൽ ടോക്സ് ഒക്കെ കഴിഞ്ഞാൽ, ഞാനൊക്കെ ടോക്സ് നേരത്തെ സുധാ സാറിനെ പരിചയപ്പെട്ടു പറഞ്ഞു, എന്റെ ഭാര്യയും എന്റെ മകളൊക്കെ ഒന്നിച്ച് നമ്മൾ ടോക്സ് കഴിഞ്ഞാണ്. അപ്പൊ ടോക്സ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ട്രെയിനിങ് എടുക്കാൻ വേണ്ടി നമ്മൾ അറിയുന്ന നോളജ് അത് പ്രയോഗിക്കും. അപ്ലൈഡ് നോളജ് ഈസ് പവർ. ദാറ്റ് ഈസ് മൈ 10th പോയിന്റ്. 14ാമത്തെ പോയിന്റ് എനിക്ക് പറയാനുള്ളത്, എല്ലാവരും പറയുന്ന കാര്യം തന്നെയാണ്, ഒന്നുമല്ല, കംഫർട്ട് സോൺ അങ്ങ് ബ്രേക്ക് ചെയ്യും. കംഫർട്ട് സോണിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തൂല. ഒരു സുഖ സൗകര്യങ്ങളും ഒരു ജീവിതത്തിലെ വിജയത്തിലേക്ക് നമുക്ക് എത്താൻ പോകുന്നില്ല. കംഫർട്ട് സോണിൽ ബ്രേക്ക് ചെയ്യണം. ഭാവിയിൽ വരാൻ നമുക്ക് സാധ്യതയുള്ള വലിയ വലിയ സുഖങ്ങൾക്ക് വേണ്ടി ഇപ്പോഴത്തെ ചെറിയ ചെറിയ സുഖങ്ങളൊക്കെ നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉയർന്നു പോകാൻ സാധിക്കും. ഒരു സായാഹ്നത്തിൽ, ഒരു മനോഹരമായ സായാഹ്നം, വൃന്ദാവനത്തില് രാധയും കൃഷ്ണൻ ഇങ്ങനെ ഇരിക്കുകയാണ്.
അപ്പൊ മനോഹരമായ വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു സായനമായിരുന്നു. ഇരിക്കുന്ന സമയത്ത് രാധ കൃഷ്ണനോട് പറയുകയാണ്, കൃഷ്ണ, നിന്റെ ചുണ്ടിലെ ഓടക്കുഴലാകാൻ എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ, നിന്റെ ചുണ്ടിലെ ഓടക്കുഴലായി മാറാൻ എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ എന്ന്. അപ്പൊ കൃഷ്ണൻ പറയാണ്, ഓ അത് വലിയ കാര്യമാണ്. അങ്ങനെ ഒരു ഓടക്കുഴലായി നിനക്ക് മാറണമെങ്കിൽ നീ ഒരുപാട് 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 ത്യാഗം സഹിക്കേണ്ടിയിരിക്കുന്നു. നീ ആദ്യം കാട്ടിലെ ഒരു മുളന്തണ്ടായി ജനിക്കണം. ഇത്രയും മനോഹരിയായ സുന്ദരിയായ നീ കാട്ടിലെ ഒരു മുളന്തണ്ടായി ജനിക്കുക എന്നുള്ളത് ആദ്യമാണ്. അതൊരു സാക്രിഫൈസ് ആണ്. മുളന്തണ്ടായി ജനിച്ചാൽ മാത്രം പോരാ, നിന്നെ അറുത്തെടുക്കണം. എന്നിട്ട് നിന്നിലുള്ള ആ കച്ചരൊക്കെ വലിച്ചു കാണണം, കച്ചരൊക്കെ വലിച്ചു കളയണം. എന്നിട്ട് നിന്നിൽ മനോഹരമായ സുഷിരങ്ങൾ ഉണ്ടാകും. നിന്നെ മുറിച്ചെടുക്കുമ്പോഴും നിന്റെ അകത്തുള്ള ആ ചവറുകൾ വലിച്ചെടുക്കുമ്പോഴും നിന്നിൽ മനോഹരമായ സുഷിരങ്ങൾ ഉണ്ടാക്കുമ്പോഴും നീ കൊടിയ 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 വേദന അനുഭവിക്കേണ്ടി വരും. കൊടിയ വേദന നീ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ വേദന അനുഭവിച്ച് നീ ഒരു ഓടക്കുഴലായി മാറിയാലോ? ഒരു ഓടക്കുഴലായി മാറാൻ എനിക്ക് സാധിക്കൂ. നിന്നിൽ നിന്ന് സംഗീതം ഉതിർത്തേണ്ടത് മറ്റുള്ളവരാണ്. അത് മറ്റുള്ളവർ നിന്നെ ഉപയോഗിക്കുമ്പോഴാണ് നിന്നിൽ നിന്ന് സംഗീതം വരിക. എന്നാൽ നിന്നിൽ നിന്ന് വരേണ്ടത് സംഗീതമല്ല, നിന്നിൽ നിന്നും വരേണ്ടത് ദേവസംഗീതമാണ്. അത് അങ്ങേതാണ്. ദേവസംഗീതം ഈശ്വരനാണ്. ദേവസംഗീതം വരണമെങ്കിൽ അങ്ങേ തന്നെ തീരുമാനിക്കണം. എന്നാൽ നിന്റെ ശ്രമം ആത്മാർത്ഥമാണെങ്കിൽ, നിന്റെ മനസ്സ് ശുദ്ധമാണെങ്കിൽ, നിന്റെ പ്രവർത്തനം ഊർജ്ജസ്വലമാണെങ്കിൽ, ഞാൻ ഒന്ന് കൂട്ടി പറയാ, കൃഷ്ണ അന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല, നീ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ തയ്യാറായ നിന്നിൽ നിന്നും ദേവസംഗീതം വരിക തന്നെ ചെയ്യും. അങ്ങനെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്ന ആളുകളായി നമുക്ക് മാറാൻ സാധിച്ചു കഴിഞ്ഞാല് നമുക്ക് ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവാൻ സാധിക്കൂ എന്നുള്ളതാണ് എന്റെ ചിതറിയ ചിന്തകളിലെ ഒരു കണ്ടെത്തൽ. ലാസ്റ്റ് പോയിന്റ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതായത് ഗിവ് ആൻഡ് ടേക്ക് പോളിസി. അതൊക്കെ അറിയാം, നമുക്ക് എല്ലാവർക്കും ഗിവ് ആൻഡ് ടേക്ക് പോളിസി ഇല്ല, ടേക്ക് ആൻഡ് ഗിവ് പോളിസി അറിയാം. ഇത് നമ്മൾ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഗിവ് ആൻഡ് ടേക്ക് പോളിസി, ഈ പോസിറ്റീവ് കമ്മ്യൂണിലുള്ളവർക്ക് ഇത് സ്ഥിരമായി ചെയ്യുന്നവരാണ്. എങ്കിൽ കൂടി കുറച്ചുകൂടെ വർദ്ധിപ്പിക്കാൻ പറ്റും. പറഞ്ഞു കേൾക്കുന്നുണ്ട്, ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്, ഗിവ് ലവ് ആൻഡ് ടേക്ക് ലവ്, ഗിവ് എനർജി ആൻഡ് ടേക്ക് എനർജി, ഗിവ് സല്യൂട്ട് ആൻഡ് ടേക്ക് സല്യൂട്ട്. അപ്പോ നമ്മൾ ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ തിയറി. അപ്പൊ അങ്ങോട്ട് കൊടുത്ത ഇങ്ങോട്ട് കിട്ടും, കൊടുത്ത കൊല്ലത്തും കിട്ടും അല്ലെ. നോക്കൂ, ജീവിതത്തിൽ നമുക്ക് ഒരാളെ സഹായിക്കാൻ എല്ലാ കാലത്തും സാധിക്കില്ല. റിപ്പീറ്റിംഗ്, ജീവിതത്തിൽ ഒരാളെ സഹായിക്കാൻ നമുക്ക് എല്ലാ കാലത്തും സാധിക്കില്ല. എപ്പോ സാധിക്കുമോ ആ സമയത്ത് ചെയ്തേക്കണം. എന്നാൽ ആ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് അതിന്റെ ഗുണം. ഇവിടെ സഹായം ചെയ്താൽ നിങ്ങളോട് താങ്ക്സ് പറയണമെന്നില്ല, ഒരു വാക്കുപോലും പറയില്ല. പക്ഷെ ജീവിത വഴികളിൽ മറ്റുള്ള സ്ഥലത്ത് നിന്ന് വെച്ച്, മറ്റുള്ള പ്രയാസം വരുന്ന സമയത്ത് വെച്ച് മറ്റുള്ള ആളുകൾ കൂടി നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലം വന്നിരിക്കും. ഉറപ്പാണ്, 110% ഉറപ്പാണ്. അപ്പൊ നമ്മൾ കൊടുക്കാൻ പഠിക്കും. ഒരാളെ സഹായിക്കാൻ എപ്പോഴാണ് സാധിക്കുന്നത് ആ സമയത്ത് അങ്ങ് സഹായിച്ചേക്കും, മാറിക്കരുത്. രമണ മഹർഷിന്റെ ഒരു ദിവസം കള്ളം കയറി. രമണ മഹർഷിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ദിവസം കള്ളം, ഇയാളെ ഒരു കോണ കൊടുത്ത് ജീവിക്കുന്ന ഒരാളാണ്. രമണ മഹർഷിനെ പറ്റി പറയുമ്പോൾ എനിക്ക് രമേശ മാഷ് ഓർമ്മ വന്നു. രമേശ മാഷ് അദ്ദേഹത്തിന്റെ മനോഹരമായ കവിതകൾ മിഞ്ഞാന്ന് പാടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ രമണ മഹർഷി ഒരു ദിവസം രാത്രി ഇങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു കോണകം മാത്രം ഒന്നുമല്ല, ഒരു സർവസംഘ പരിധിയായി ഒരു കുടിലുമാനുള്ള വീടാണ്. പക്ഷെ ശിഷ്യന്മാരൊക്കെ കലക്ടർമാർ, എഞ്ചിനീയർമാർ, വലിയ വലിയ പോലീസ് ഓഫീസർമാർ. അപ്പൊ ഇയാളിങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് രാത്രി ഒരു 9:45, 10 മണി 10:30 ആകുന്ന സമയത്ത് കള്ളം കയറി രമണ മഹർഷി കാണുകയും ചെയ്തു. രമണ മഹർഷി കള്ളനോട് പറഞ്ഞു, ഞാൻ തന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പരതിയിട്ട് വിളിച്ചത് എനിക്കൊന്നും കിട്ടിയില്ല. ഇനിയിപ്പോ നീ ഇപ്പൊ രാത്രി തിരഞ്ഞാൽ എന്തെന്ന് കിട്ടാൻ വേണ്ടി. അപ്പൊ കള്ളൻ ഒന്നും കിട്ടിയില്ല. കള്ളൻ എന്നിട്ട് കിട്ടാത്ത ഒരു ദേശത്തിന് രമണ മഹർഷിക്ക് രണ്ട് അടിയും വെച്ചിട്ടാ പോയി, 2 അടിയും കൊടുത്തിട്ട് പോയി. അപ്പൊ രമണ മഹർഷി നല്ല വെളുത്ത ഒരു മനുഷ്യനാണ്. അപ്പൊ പിറ്റേന്ന് രാവിലെ വരുന്ന സമയത്ത് രമണ മഹർഷിന്റെ കാലിലും കയ്യിലെല്ലാം ഈ കൈയിന്റെ പാടുകൾ ശരിക്കും കാണും. അപ്പൊ ശിഷ്യന്മാരൊക്കെ അത്ഭുതപ്പെട്ടു പോയി, ഭയങ്കര ബേജാറായി പോയി. ഇതെന്താ രമണ മഹർഷിന്റെ കൈയുടെ ആരെന്താ സംഭവിച്ചു? രമണ മഹർഷി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ, ഇന്നലെ രാത്രി ഒരു കളവിന് വന്നതിന് ഞാൻ തന്നെ പറഞ്ഞു എനക്കൊന്നും വൈകുന്നേരം വരെ പരതിന് കിട്ടിയില്ല, ഇത് എനിക്കൊന്നും കിട്ടുമോ, നീ എടുത്തോന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അവൻ എന്നെ അടിച്ചിട്ട് പോയി. അപ്പോ വിത്തിൻ മിനിറ്റ്സ്, ചെറിയ 10-15 മിനിറ്റിലൊക്കെ കള്ളൻ ഹാജരായി കളഞ്ഞു. അച്ഛാ ഇവരെല്ലാം വലിയ ശിഷ്യന്മാരൊക്കെ പോലീസ് ഓഫീസേഴ്സും കളക്ടർമാരും അങ്ങനെയുള്ള പ്രഗത്ഭര ആൾക്കാരാണ്. 15 മിനിറ്റ് 20 മിനിറ്റ് കൊണ്ട് കള്ളന രമണ മഹർഷിന്റെ മുമ്പിൽ ഹാജരാക്കിട്ട് പറഞ്ഞു എന്ത് വേണം ഇവനെ. അപ്പൊ രമണ മഹർഷി ചിരിച്ചുകൊണ്ട് വന്ന ഓന് കഞ്ഞി കൊടു, ഓന് ചായ കൊടു, ഓന് ചോറ് കൊടുന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇവർക്ക് വിഷമമായി, എന്താ നിങ്ങൾ ഇന്നലെ രാത്രി പിടിച്ച് അടിച്ച ഇവനെ ചോറ് കൊടുന്ന. അപ്പൊ രമണ മഹർഷി പറയാണ്, ഞാൻ അതല്ല ആലോചിക്കുന്നത്, ഞാൻ ഇവന് എന്റെ ഏത് ജന്മത്തിലായിരിക്കും അടിച്ചിട്ടുണ്ടാവുക.
അടി അങ്ങോട്ട് കൊടുക്കാണെങ്കിൽ ഇങ്ങോട്ട് കിട്ടും. അപ്പൊ ഹിന്ദു ശാസ്ത്രപ്രകാരം ഒരുപാട് ജന്മങ്ങളുണ്ടെന്ന്, ഹൈന്ദവ ചിന്താഗതി പ്രകാരം. അപ്പൊ എന്റെ ഈ ജന്മത്തിൽ ഞാൻ അടിച്ചിട്ടില്ല, മറ്റേതോ ജന്മത്തിൽ ഞാൻ അവൻ അടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് തിരിച്ചു കിട്ടിയത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, കൊടുത്താൽ കൊലത്തും കിട്ടും, എവിടെയാലും കിട്ടും. നമ്മുടെ ഒരു നല്ല കാര്യം, ഒരു പുണ്യപ്രവൃത്തി ഒരു മനുഷ്യന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ജീവിത കാലഘട്ടങ്ങളിൽ എപ്പോഴും ശരി തിരിച്ചു വരുന്നില്ല. 110% ആണ് ഉള്ള സത്യമാണുള്ള കാര്യം പറഞ്ഞുകൊണ്ട്, ഇങ്ങനെയൊക്കെ കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ സഹായിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിന് തിരിച്ചറിവ് വേണം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് എമ്പതി വേണം. എമ്പതി തിരിച്ചറിയുന്നുള്ള എന്റെ വിശദാംശം ഞാൻ പോകുന്നില്ല. ചെറിയൊരു ഒരു ഇൻസിഡന്റ് കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു റെസിഡൻസ് അസോസിയേഷനിൽ, ആ റെസിഡൻസ് അസോസിയേഷനിലുള്ള എല്ലാ ആളുകളും കൂടെ ഊട്ടി കൊടൈക്കനാൽ ടൂർ പോവുകയും, ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതൊന്നും ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. ടൂർ പോവുകയാണ്. ആ ടൂർ പോകുന്ന ഒരു ബസ്സിലാണ് പോകുന്നത്. ബസ്സിൽ ഒരുപാട് എല്ലാ കുടുംബാംഗങ്ങളുണ്ട്. ഒരു 10-20 ആളുകൾ, പിന്നെ വീടുകൾ അടങ്ങുന്ന ഒരു റെസിഡൻസ് അസോസിയേഷൻ. അപ്പൊ ആളിങ്ങനെ പോവുകയാണ്. പോകുന്ന സമയത്ത് ഇങ്ങനെ രാത്രി ഒന്ന് പുറപ്പെട്ട് രാവിലെ എത്തും. പോകുന്ന സമയത്ത് ജോലിയായി സന്തോഷമായി എല്ലാവരും സന്തോഷിച്ച് പാട്ടുപാടി ഉന്മാദിച്ച് അല്ലെങ്കിൽ സന്തോഷത്തെ പോവുകയും, എല്ലാവരും കുടുംബക്കാരാണല്ലോ. അപ്പൊ കുറച്ച് നിൽക്കുമ്പം ഒരു ഡാൻസ് തുടങ്ങുന്ന സമയത്ത് അതിലൊരു അച്ഛനും മകനും തമ്മിൽ പരസ്പരം മുഖത്തോട് മുഖത്ത് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. വളരെ മനോഹരമായ ഡാൻസ്. അപ്പൊ ഡാൻസിന്റെ അങ്ങനെ സന്തോഷത്തിൽ അവരങ്ങനെ ആർമാദിച്ച് സന്തോഷിച്ച് അങ്ങനെ വണ്ടി അങ്ങനെ പോവുകയാണ്, പാട്ടും പാടി ഡാൻസും പാടി സന്തോഷത്തിൽ. അച്ഛനും മകനല്ലേ ഡാൻസ് ചെയ്യുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് ഈ അച്ഛന്റെ ഭാര്യ, ഈ വ്യക്തിയുടെ ഭാര്യയും മകളും വണ്ടിയിരിക്കുന്നുണ്ട്. മകള് വേഗം ഓടി വന്നിട്ട് അച്ഛന്റെ കൈ പിടിക്കുന്നു. അച്ഛന്റെ കൈ പിടിച്ചിട്ട് ബാക്കിൽ കൊണ്ടുപോയിട്ട് അച്ഛൻ എന്ത് പണിയെടുക്കുന്നു, അവന്റെ കൂടെ ഡാൻസ് ചെയ്യുന്നു, പാടുണ്ടത്. അച്ഛൻ അത്ഭുതപ്പെട്ടു. അച്ഛൻ എന്താ മോളെ, നമ്മളെ മോനില്ലേ എനിക്ക് എന്നോട് ഡാൻസ് ചെയ്യുന്നതിനെ കൊണ്ടാ നീ എന്താ ഇങ്ങനെ പറയുന്നത്? അച്ഛൻ അറിയില്ലേ നിർമ്മലിന് അച്ഛനില്ല എന്നുള്ള കാര്യം? അപ്പോഴാണ് ഇയാളെ മനസ്സിലേക്ക് വന്നത്, നിർമ്മലിന്റെ അച്ഛൻ ഒരു കഴിഞ്ഞ വർഷം ഒരു ആക്സിഡന്റിൽ മരിച്ചു. അപ്പോ ആ നിർമ്മലിന്റെ അച്ഛൻ മരിച്ച നിർമ്മലിന് ഇയാൾ സ്വന്തം മകനെയും കൂടിയിട്ട് ഡാൻസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഒരു അച്ഛനുണ്ടല്ലോ എന്റെ കൂടെ ഡാൻസ് ചെയ്യാന്ന് നിർമ്മലിനെ തോന്നിപ്പിക്കും എന്ന തിരിച്ചറിവ് ആ പെൺകുട്ടിക്കുണ്ടായി. എമ്പതി ആ പെൺകുട്ടിക്കുണ്ടായി. ആ തിരിച്ചറിവാണ് വേണ്ടത്, ആ എമ്പതിയാണ് വേണ്ടത്. അതുണ്ടാവട്ടെ, അതുണ്ടാകാൻ വേണ്ടി എല്ലാവർക്കും സാധിക്കട്ടെ, നിങ്ങൾ ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ന് ആ കുട്ടി പൈലറ്റായി ജോലി ചെയ്യുന്നു. ഞാൻ ആളെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ടാവും. അത് നമുക്ക് പോസിറ്റീവ് കമ്മ്യൂണിൽ എല്ലാവർക്കും അറിയാവുന്നവരാണ്. അതുകൊണ്ട് ഞാൻ ആളെ ഇവിടെ വ്യക്തമാക്കുന്നില്ല, അറിയാവുന്നവർക്ക് പിന്നെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ ചിതറിയ ചിന്തകൾ അവസാനിപ്പിക്കുന്നു. ഞാൻ 12 പോയിന്റുകൾ പറഞ്ഞു. ഞാൻ ആരംഭിച്ചത് വിശുദ്ധ ഖുറാനിലെ ഒരു കോട്ടിങ്ങോട് കൂടിയാണ്, അല്ലെങ്കിൽ ഖുറാനിലെ ഇന്ന് വിശുദ്ധ റംസാൻ മാസം പ്രമാണിച്ച് വിശുദ്ധ ഖുറാനിലെ കൂടിയാണ് ആരംഭിച്ചത്. അവസാനിപ്പിക്കുന്നു അങ്ങനെ തന്നെ ആവട്ടെ. ഇന്ത്യൻ പാർലമെന്റിൽ ഒരു മനോഹരമായ വാക്ക് എഴുതി വെച്ചിട്ടുണ്ട്, ഖുറാനിലുള്ള ഒരു വാക്കാണ്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നത് വരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല, തീർച്ച. ഐ ആം റിപ്പീറ്റിംഗ്, ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നത് വരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല, തീർച്ച തീർച്ച തീർച്ച. അതുകൊണ്ട് മാറാൻ ശ്രമിക്കുക. എന്റെ ചിതറിയ ചിന്തകളെ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും, എന്നെ കേട്ട എല്ലാവർക്കും നമസ്കാരം. എന്റെ പോസിറ്റീവ് കമ്മ്യൂണിലെ എന്റെ സഹോദരി സഹോദരന്മാർക്ക് എല്ലാം നമസ്കാരം. ഞാൻ എന്റെ സംസാരത്തിൽ എന്തെങ്കിലും ഭാവവ്യത്യാസങ്ങളോ എന്തെങ്കിലും അപക്വമായ വാക്കുകളോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്ന ഒരു വാക്കോടുകൂടി എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടും എന്നെ ഇതിലേക്ക് നയിച്ച സുധാ സാറിനോടും അതുപോലെ തന്നെ രവി സാറിനോടും ഗോപു സാറിനോടും ഒക്കെ എന്നെ വളരെ എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ, ഹൃദയത്തിന്റെ അകത്ത് നിന്ന് എടുക്കുന്ന വാക്കുകളോട് ഞാൻ നന്ദി പറയുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു. താങ്ക്സ് അലോട്ട്. എന്റെ CP സാറേ, വല്ലാത്ത ഒരു വല്ലാത്ത ഒഴുക്ക് കേട്ടോ. നിങ്ങളെ എന്തൊക്കെയാണ് വിളിക്കേണ്ടത് എന്നറിയില്ല. അർജുനൻ, ഫൽഗുനൻ, പാർത്ഥൻ, വിജയനും, വിശ്രുതമായവൻ, പിന്നെ കിരീടിയും, എന്താ ശ്വേതാശ്വനെന്നും ധനഞ്ജയൻ ജിഷ്ണുവും, വിധീഹരൻ, സർവസാജി, ഭീഭത്സു എന്ന് പറഞ്ഞ് 10 വാക്കുകൾ പറയാറുണ്ട്. താങ്കള് ഒരു വല്ലാത്ത സംഭവം തന്നെ. എന്താണ് ഇത്രയും സമയം ഒഴുകി പോയത് അറിഞ്ഞതേയില്ല. ഒരു ആക്ടിവിറ്റിയും വേണ്ട, ഒരു ടെക്നിക്കുകളും വേണ്ട, ഒരു ജാലവിദ്യകളും വേണ്ട. നല്ല ഒരു ക്ലാസ്സിൽ കണ്ടന്റ് മാത്രം ഉണ്ടായാൽ മതി എന്നത് ഈ
ഇത്ര മനോഹരമായി പ്രസന്റ് ചെയ്ത CP സാറിനോട് എന്താ വേണ്ടതെന്ന് അറിയില്ല. നിങ്ങൾ അടുത്തുണ്ടെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കണം എന്നുണ്ടായിരുന്നു. അത്ര വല്ലാതെ ഹൃദയത്തിൽ തട്ടിയ ഓരോ 12 പോയിന്റും ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട്. 12 പോയിന്റും ജീവിതത്തിൽ എന്നും പ്രാവർത്തികമാക്കിയാൽ ജീവിത വിജയം നേടാൻ വേണ്ടി കഴിയുന്ന, അതായത് കോടാനുകോടി രൂപ വിലമതിക്കാൻ കഴിയാത്ത അമൂല്യ നിധികളാണ്. ഒരു 12,000 കോടിയിലധികം വരുന്ന അമൂല്യ നിധികൾ ആണ് താങ്കൾ സമ്മാനിച്ചത്. ആ നിധിക്ക് തിരിച്ചു തരാൻ ഞങ്ങളുടെ പക്കൽ അത്രമാത്രം ഞങ്ങൾ വലിയവരല്ല. നന്ദി എന്ന് പറഞ്ഞ വാക്ക് കുറഞ്ഞു പോവും എന്നതുകൊണ്ട് താങ്കളുടെ ഈ കഴിവ് ഉത്തരോത്തരം വളരട്ടെ. താങ്കളുടെ ഈ എക്സലൻസ് വർദ്ധിച്ച് 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 താങ്കളുടെ കരിയർ ഈ ഇന്ത്യയിൽ ഏറ്റവും ഉന്നതനായ ഒരു വ്യക്തിയായി താങ്കളുടെ എക്സലൻസിലൂടെ താങ്കൾക്ക് പണവും പദവിയും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ലഭിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ ബാക്കിയുള്ള ആളുകളുടെ സമയം എടുക്കുക എന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് ആളുകളുടെ അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം വീണ്ടും വരാം. 1000 നന്ദി. ഹലോ, അതെ, ലൈനില്ലേ? CP സാർ കേൾക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. കേൾക്കുന്നുണ്ട്. അവരെ മൈക്ക് ഓഫ് ചെയ്തില്ലേ? അപ്പൊ എന്താന്ന് വെച്ചാല് ഇന്ന് സാർ എന്റെ ഒരു അനുഭവം ഷെയർ ചെയ്തുകൊണ്ട് ഞാൻ ചർച്ച ആരംഭിക്കാം. ഇന്ന് 4 AM യൂത്ത് ക്ലബ്ബ് ഞാൻ ആവർത്തിക്കാറുണ്ട്. അതിലൊരു കുട്ടി എന്നോട് ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്. സാർ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്ന വിഷയമാണ് ഞാൻ സംസാരിച്ചത്. അപ്പൊ നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ആറ്റിറ്റ്യൂഡ് നിങ്ങൾ വേറെ ഏതെങ്കിലും വ്യക്തികളിൽ കണ്ടിട്ടുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. അപ്പോ ഞാൻ കുറെ ആൾക്കാരുടെ പേര് പറഞ്ഞപ്പോ എനിക്ക് CP സാറിന്റെ ക്ലാസ്സിൽ ഇന്നാണ് മനസ്സിലായത് ആ ആറ്റിറ്റ്യൂഡാണ് അദ്ദേഹം ട്രാൻസ്ഫർ ചെയ്യുന്നത്. മറ്റുള്ളവരുടെ ഉള്ളിലേക്ക് കയറാനുള്ള തന്റെ ആശയങ്ങൾ എത്തുകയും അത് ആത്മാർത്ഥമായി പ്രവർത്തിക്കാനുള്ള ഒരു എമ്പതിയാണ് CP സാറിന്റെ ക്ലാസ്സിൽ നിന്ന് ഇത്ര ആൾക്കാരെ സജീവമായി കേൾപ്പിക്കാൻ സാധിച്ചത്. അതിൽ അദ്ദേഹത്തെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. CP സാറേ, ഞാൻ അബൂബക്കർ പാപ്പിനിശ്ശേരി. സാറേ, കഷ്ടപ്പെടൽ ഇഷ്ടപ്പെടലാക്കി മാറ്റി. നല്ല വാക്കാണ്. ഒരുപാട് മനസ്സിനെ തറക്കുന്ന നല്ല നല്ല ചിന്തകളാണ് സാറ്. ആ ചെറിയ ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ ഒരുപാട് ചിന്തിപ്പിക്കുന്ന ചിന്തകളാണ്. നല്ല നല്ല സെഷനാണ് സാർ. അത് സമയം പോയതേ അറിഞ്ഞില്ല സാറേ. 10:30 തുടങ്ങിയത്, പിന്നെ 12 മണി ആയിട്ട് പോലും ഒരാൾക്ക് പോലും ഇറങ്ങാൻ പറ്റില്ല. 100 പേര് 100 തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയാം. അത്രയും എല്ലാവർക്കും, ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എനിക്ക് തോന്നുന്നത്. അത്രത്തെ നല്ല സെഷൻ. ഒരു പാൽപ്പായസം തന്നെയാണ്. നോമ്പിന് പായസം കുടിക്കാൻ പാടില്ല, പക്ഷേ സാറിന് കുടിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഈ തരത്തിലുള്ള പായസം ഇനിയും ഒരുപാട് വരാൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചു നിർത്താം. സാറേ, എന്റെ പേര് നാസർ അലിക്കൽ, പട്ടാമ്പി, പാലക്കാട്. പറഞ്ഞോളൂ സാർ, ഞാൻ കണ്ടിട്ടുണ്ട്. സാറേ, എനിക്കിത് പറയാനുള്ളത് അതിന്റെ ടൈറ്റില് ചിതറിയ ചിന്തകൾ എന്നുള്ളതിന് പകരം ഒരുമിച്ച് ചേർത്ത ചിന്തകൾ എന്നായിരിക്കും ഭംഗിയെന്ന് തോന്നുന്നു. എനിക്ക് 2 കാര്യമാണ് പറയാനുള്ളത്. ഒന്ന്, എനിക്ക് തോന്നുന്നു കൂടുതൽ ഇവിടെ ആളുകൾ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത് ഞാൻ ഉദ്ദേശിക്കുന്ന 2ാമത്തെ പോയിന്റ് പണത്തെ പറ്റി ആയിരിക്കും. അതിന് മുന്നേ എനിക്ക് സാർ പറഞ്ഞൊരു പോയിന്റ് അതിന് മുന്നേ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാർ ഒരു പ്രവാചകന്റെ ഒരു പ്രൊഫറ്റ് മുഹമ്മദിന്റെ ഒരു കോട്ട് ചെയ്തായിരുന്നല്ലോ. അതായത് പിന്നെ നമ്മള് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇബ്ലീസ് കയറി നിൽക്കും എന്നുള്ളൊരു വാചകം. അവിടെ എനിക്ക് പറയാനുള്ളത് അത് വളരെ ഒരു എന്താ പറയാ, വളരെ വളരെ ഒരു മൂല്യമുള്ളൊരു വേഴ്സാണ്. അത് ശരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീര ഡിസ്റ്റൻസ്, നമ്മുടെ ഇപ്പോഴത്തെ സോഷ്യൽ ഡിസ്റ്റൻസിനേക്കാൾ കൂടുതൽ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന അവിടെ ഒരു ആശയം വരുന്നത് നമ്മളുടെ മനസ്സ് അത്രയും അടുപ്പം കൽപ്പിക്കുന്ന ഒരു സംഭവമാണത്. അതാണ് ഞാൻ എപ്പോഴും, ഞാൻ എല്ലാ ദിവസങ്ങളിലും ഒരു പ്രാവശ്യമെങ്കിലും പോസിറ്റീവ് കമ്മ്യൂണിറ്റിനെ പോസിറ്റീവായിട്ട് പറയുന്ന ഒരു വ്യക്തിയാണ്. ചിലപ്പോൾ അത് പലർക്കും അരോചകമാവാം, പക്ഷെ അത് എന്റെ ഹൃദയത്തിൽ വരുന്ന വാക്കുകളാണ്. എനിക്കൊരിക്കലും അത് ഒരു ദിവസമെങ്കിലും പറയാതിരിക്കാൻ കഴിയാത്തത് കൊണ്ട് നമ്മുടെ ഭാഗ്യവശാൽ നമ്മുടെ പോസിറ്റീവ് കമ്മ്യൂണിറ്റി ഉള്ളതും ആ ഒരു എന്താ പറയാ ഇബിലീസ് ഇല്ലാത്ത ഒരു ഗ്യാപ്പ് നമുക്കുണ്ട് എന്നുള്ളതാണ്. 2ാമത്തെ പോയിന്റ്, സാറ് ആദ്യം ചോദിച്ച പണത്തിനെ പറ്റിയിട്ടുള്ളത്, ഇതിന് യോജിക്കുന്നുള്ളത്. ഞാൻ ഫസ്റ്റ് മെസ്സേജ് അയച്ചത് ഞാനാണ്, ശരിയാണെന്ന്. ഞാനത് പൂർണ്ണമായി യോജിക്കുകയാണ്. കാരണം പണം എല്ലാത്തിനും
വേണ്ടത് തന്നെയാണ്. അത് നമ്മുടെ ഈ സോഷ്യൽ സങ്കല്പത്തിൽ അത് അംഗീകരിക്കാൻ കഴിയില്ലെങ്കിലും പണം എന്ന് പറയുന്നത് സാറ് പറഞ്ഞ പോലെ നമ്മൾക്ക് വളരെ മൂല്യമുള്ളതാണ്, നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമുള്ളതാണ്. അത് സമ്പാദിക്കുക തന്നെ വേണം. പക്ഷെ അതിന്റെ രീതി നമ്മൾ മാത്രം അന്വേഷിക്കുക. ഞാൻ എന്നെ പറ്റി ഒരു പുകഴ്ത്തി പറയല്ല, പക്ഷെ ഞാൻ ഏകദേശം 2012 വരെ ഗൾഫിൽ ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ്. 2012 ശേഷമാണ് ഞാൻ നാട്ടിൽ സെറ്റിൽ ആവുന്നത്. അപ്പൊ അന്ന് വരെ അന്നൊക്കെ നമുക്ക് അറിയാം, സാധാരണ നമ്മുടെ അതിനൊരു കോഡ് ഉണ്ട്, ഹുണ്ടി പണം എന്ന്. അതായത് നമ്മൾ ബാങ്ക് ത്രൂ അയക്കാതെ നമ്മൾ മറ്റുള്ള രീതിയിൽ ഇല്ലീഗലായിട്ട് അയക്കുന്ന ഒരു രീതിയുണ്ട്. ഞാൻ ഗൾഫിൽ 95 മുതൽ 2012 വരെ പിന്നെ ഗൾഫിലെ പല രാജ്യങ്ങളിലും ജോലി ചെയ്ത് ഒരു ദിവസം പോലും അല്ലെങ്കിൽ ഒരു പ്രാവശ്യം പോലും ഹുണ്ടിക്ക് പണം അയക്കാത്ത വ്യക്തിയാണ്. കാരണം അതെന്റെ എത്തിക്സ്. തുച്ഛമായി വരുന്ന ഒരു നഷ്ടം നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് തന്നെ ഞാൻ തികച്ചും ലീഗലായിട്ട് അയക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം നമ്മളുടെ ഇന്ത്യൻ ഗവൺമെന്റെയോ അല്ലെങ്കിൽ മറ്റേ ഗൾഫിലെ ഏതെങ്കിലും ഗവൺമെന്റിനെയോ വഞ്ചിക്കുന്നത്, ആ പണം എനിക്ക് ശുദ്ധമല്ല എന്ന വിശ്വാസത്തിൽ ഞാൻ അത് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ലക്ഷ്യം പോലെ തന്നെ മാർഗവും പരിശുദ്ധമാണെങ്കിൽ ആ പണം നമുക്ക് ചെയ്യാം എന്നുള്ളത്, സമ്പാദിക്കാം എന്ന് തന്നെയാണ് ഞാൻ